വിശ്വാസപൂർവമായ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ആളുകൾ തികച്ചും അജ്ഞരാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇന്ന് ലോകപരമായ പല കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും മറുപടി പറയാൻ കഴിയാം. ഈ വർഷത്തെ ഏറ്റവും നല്ല അവാർഡ് സിനിമ ഏതാണെന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും നല്ല നടൻ ആരാണെന്ന് ചോദിച്ചാലോ, നടി ആരാണെന്ന് ചോദിച്ചാലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാത്ത താമസിക്കുന്നു. അല്ലെങ്കിൽ സ്പോർട്സ് രംഗത്തെ കുറിച്ച് ചോദിച്ചാൽ നമ്മുടെ ആൾക്കാർക്ക് നല്ല അറിവാണ്. എന്നാൽ വേദപുസ്തകമായ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ പലർക്കും യാതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില ആളുകൾ വ്യവസായികളോട് ഞാൻ ചോദിക്കാറുണ്ട്, ഇന്ന ആളുകൾ വ്യവസായിച്ചു പോലെ മാനസാന്തരപ്പെട്ടു, അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. എന്നാൽ ഇന്ന ആളുകൾ മാനസാന്തരപ്പെടാൻ മൂലം അവർക്കുണ്ടായ ശിക്ഷാവിധി എന്താണെന്ന് ചോദിക്കുന്നത്. എന്തിനായി യൂതയ്ക്ക് പോലും എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഒരു പലർക്കും മറുപടിയില്ല. അത്രമാത്രം നമുക്ക് വേദപുസ്തകത്തെ കുറിച്ചതായ അറിവില്ലായ്മ എന്നുള്ളത് വളരെയേറെ ഖേദകരമായ ഒരു കാര്യമാണ്. വേദപുസ്തകം അധികം വായിക്കുന്നതിനോ പഠിക്കുന്നതിനോ നമുക്ക് താല്പര്യമില്ല. ഇന്നതുകൊണ്ട് ഞാൻ ആധികാരികമായിട്ട് വിഷയത്തെ ചിന്തിക്കാനായിട്ട് പോകുന്നത്, ഇന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏവരും അഭിമുഖീകരിക്കുന്നവരായ ചോദ്യമാണ്, സഹോദരി നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സഹോദരി നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഏറെ സഹോദരന്മാരും അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ്. പലപ്പോഴും ആ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ എന്താണ് മറുപടി പറയേണ്ടത് നമുക്ക് വളരെ അപരാധമാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് പറയണമോ, രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയണമോ? കാരണം എന്ത് മറുപടി പറഞ്ഞാലും ഉടനെ അടുത്ത ചോദ്യം വരുമ്പോൾ നമുക്കറിയാം. അതെന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയാത്തതുകൊണ്ട് പല ആളുകളും അപ്പോൾ ചില ആളുകൾ അല്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചു പിന്നെ പറയാം എന്ന് പറയുന്നവരുണ്ട്. നമുക്ക് ഈ ചോദ്യത്തിന് മുമ്പിൽ വളരെ പോകാനല്ലാതെ ശരിയായ മറുപടി കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഏത് ലോകത്തിൽ ആദാമിന്റെ തക്കം നോക്കിയാണ് ഹവ്വായുടെ അടുക്കലേക്ക് സാധാരണ കടന്നു വന്ന പല കാര്യങ്ങളൊക്കെ ചോദിച്ചു. ക്ഷേമം നിലയ്ക്ക് വേണം, എല്ലാം നിലയ്ക്ക് ശേഷം അവസാനം ചോദിച്ചു, ഇവിടെ നിൽക്കുന്ന എല്ലാ ഫലവും തിന്നാമോ? എല്ലാ ഫലവും തിന്നാം, എന്നാലും ഏതൊക്കെ തിന്നാൻ വയ്യാറുണ്ടോ? നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതെന്താ തിന്നാൻ പാടുള്ളൂ? അയ്യോ, തിന്നരുത് ദൈവം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തിന്നത്തില്ല. എന്തോ തിന്നാൻ കുഴപ്പമുണ്ട്? വീട് സാധനം ചോദിച്ചു, അവളോട് പറഞ്ഞാണ്, ഹവ്വ മകളോട് പറഞ്ഞാണ്, ആ തിന്നുന്ന ആളെ ഞങ്ങൾ മരിക്കും. ദൈവം പറഞ്ഞ കാര്യം പറഞ്ഞാണ്. സാധാരണ പറഞ്ഞാൽ നിങ്ങളെ ദൈവം വെടികളാക്കിയിട്ടേക്കുക, അത് തിന്നാൻ നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദൈവമേ ഉണ്ടെങ്കിൽ ഈ ഫലം തിന്നു കഴിയുമ്പോൾ 3 ദൈവമാണ്. സാക്ഷാ ദൈവം, ആദാം ദൈവം, പിന്നെ ഹവ്വായ ദൈവം. അതുകൊണ്ട് ദൈവം നിങ്ങളെ വെടികളാക്കിയിട്ടേക്കുക. ഹവ്വ പറഞ്ഞാണ്, അത് വേണ്ട, വേണ്ട, ദൈവം പറഞ്ഞിട്ടുള്ളതല്ലേ, ഞാൻ പിന്നെ ദൈവത്തിന് മുഖത്തോട് പോകുമെന്നൊക്കെ ഹവ്വ അങ്ങോട്ട് പറഞ്ഞാണ്. വീണ്ടും സാത്താൻ പ്രലോഭിപ്പിച്ചു. അവസാനം ഹവ്വ പറഞ്ഞാണ്, അയ്യോ, ഞങ്ങൾക്ക് ആ വൃക്ഷം എത്തി ഫലം പറിക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ, അത് സാരമില്ല, ഞാൻ ചായച്ചു തരാം. ഏതായാലും സാത്താൻ ചായച്ചു കൊടുത്തു. ഹവ്വ അത് ഭക്ഷിച്ചു, പിന്നീട് ഭർത്താവിനും കൊടുത്തു. അങ്ങനെ മനുഷ്യവർഗത്തെ മുഴുവൻ പാപികളാക്കി മാറ്റുവാൻ സാത്താന് സാധിച്ചു. എന്നതുപോലെ ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ ആദാമാകുന്ന കുടുംബനാഥൻ വീട്ടിലില്ലാത്ത സമയം നോക്കി ഹവ്വായാകുന്ന കുടുംബനായികയുടെ അടുക്കൽ അന്ന് സാത്താൻ സർപ്പത്തിന്റെ രൂപത്തിലാണ് വന്നതെങ്കിൽ ഇന്ന് മറ്റൊരു രൂപത്തിലാണ് വരുന്നത്. ആ രൂപം എന്താണെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ വന്ന് പാവപ്പെട്ട ഹവ്വാമാരെ കബളിപ്പിച്ച് എന്ത് ചെയ്യുന്നു? 4 പ്രാവശ്യം ഇങ്ങനെ ചോദ്യമായിട്ട് വന്ന് വീട്ടു സന്ദർശനവും നടത്തി കഴിയുമ്പോഴത്തേക്ക് സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവങ്ങളിൽ ഇന്ന് നമ്മുടെ അനേക കുടുംബങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ കാലഘട്ടത്തിൽ ഈ ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. എന്തുവാ? സഹോദരി നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ എന്നുള്ള ചോദ്യത്തിന് ഏറെ പ്രസക്തി ഉണ്ടായതുകൊണ്ട് ഈ ചോദ്യത്തെക്കുറിച്ചുള്ള അതായത് രക്ഷയെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് എന്ന് നിങ്ങളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മനുഷ്യർ 2 തരത്തിലുണ്ട്, ആസ്തികരെന്നും നാസ്തികരെന്നും. ദൈവബോധമുള്ളവരും ദൈവവിശ്വാസമുള്ള ആളുകളാണ് ആസ്തികർ. എങ്ങനെയുള്ളവരാ ദൈവവിശ്വാസമുള്ളവര്? അവരെക്കുറിച്ച് 14-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗ്ഗത്തു നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ബുദ്ധിമാന്മാര്.
ആരാണ് നാസ്തികര്? അതും ആ സങ്കീർത്തനത്തിന്റെ തുടക്കത്തിൽ പറയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ ദൈവവിശ്വാസമുള്ളവര് ബുദ്ധിമാന്മാര്, ദൈവവിശ്വാസമില്ലാത്തവർ മൂഢന്മാരെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവവിശ്വാസമുള്ള എല്ലാ ആളുകളും ചിന്തിക്കുന്ന ഒരു വിഷയമാണ് രക്ഷ എന്നുള്ളത്. വിവിധ മതങ്ങളിൽ, ക്രിസ്ത്യമതത്തിലായാലും ഹിന്ദുമതത്തിലായാലും ഏതേത് മതങ്ങളിലായാലും ദൈവത്തെ വിശ്വസിക്കുന്ന എല്ലാ ആളുകളും ചിന്തിക്കുന്ന ഒരു വിഷയമാണ് രക്ഷ എന്നുള്ളത്. അതുകൊണ്ട് രക്ഷയെക്കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹൈന്ദവ സിദ്ധാന്തത്തിൽ രക്ഷയ്ക്ക് പറയുന്നതായ പേര് മോക്ഷം, നിർവ്വാണം, സായുജ്യം, ഈ വാക്കുകളാണ് ഹൈന്ദവ സിദ്ധാന്തത്തിൽ രക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ. നമ്മൾ തന്നെ പറയുമല്ലോ, നല്ല പ്രവൃത്തി ചെയ്താൽ മോക്ഷം കിട്ടുമെന്ന് നമ്മളും ചിലപ്പോഴൊക്കെ പറയാറുള്ളതാണല്ലോ. ഏതായാലും ഹൈന്ദവ സിദ്ധാന്തത്തിൽ ഈ 3 വാക്കുകൾ മോക്ഷം, നിർവ്വാണം, സായുജ്യം, ഇനി ഒരുപക്ഷെ വാക്കുകൾ കണ്ടേക്കാം. ഏതായാലും ഹൈന്ദവ സിദ്ധാന്തത്തെക്കുറിച്ച്, ഉപദേശത്തെക്കുറിച്ച് പറയുവാൻ ഞാൻ ആധികാരികമായിട്ട് ശക്തനല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും അവരുപയോഗിക്കുന്ന 3 വാക്കുകൾ ഇതാണ്: മോക്ഷം, നിർവ്വാണം, സായുജ്യം. ക്രൈസ്തവ വിശ്വാസികൾ രക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ, ഒന്നാമത്തെ വാക്ക് നിത്യജീവൻ. നിത്യജീവൻ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താ, നമുക്കെല്ലാം കാണാപ്പാടമായ വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തെ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടെന്ന് യോഹന്നാൻ ശ്ലീഹ അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്കവിടെ നിത്യജീവനെ കുറിച്ച് കാണാൻ സാധിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അവിടെയും പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വിശ്വാസത്തിലൂടെ നമുക്ക് നിത്യജീവന്റെ അനുഭവം ലഭിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ തന്നെ 39-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവീൻ, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ വേദപുസ്തകവാക്യങ്ങളെ നിങ്ങൾ ശോധന ചെയ്യണം. ശോധന ചെയ്യാൻ എന്തോ ചെയ്യും? അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. ദൈവത്തിനെ ശരിയായി പഠിക്കുന്നതിലൂടെ നമുക്ക് നിത്യജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമെന്ന് യോഹന്നാൻ ശ്ലീഹ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ യോഹന്നാന്റെ സുവിശേഷം തന്നെ 6-ാമത്തെ അധ്യായം 51-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കാതെയും അവന്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കാതെയും അവന്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. നമുക്കറിയാം, നമ്മളെല്ലാം കുർബാന ഇന്ന് അനുഭവിക്കുന്നവരാണല്ലോ. എന്തിനാണ് നമ്മൾ ഈ കുർബാന അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിത്യജീവന്റെ അനുഭവത്തിൽ നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത്. കാരണം നമ്മൾ കുർബാന അനുഭവിച്ചു കഴിയുമ്പോൾ കർത്താവ് പഠിപ്പിക്കുന്നത് പോലെ എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന എന്നിലും ഞാൻ അവനിലും വസിക്കും. അതുകൊണ്ടുള്ള ഗുണം എന്താ? അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. വളരെ വ്യക്തമായിട്ട് കർത്താവ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ വീണ്ടും വീണ്ടും പ്രസ് ചെയ്ത് പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും തുടങ്ങിയുള്ളതായ കാര്യങ്ങൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ അവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ കുർബാനയെ അനുഭവിക്കുന്നത് നിത്യജീവനിലേക്ക് നമ്മെ വഴി നടത്തുവാൻ വേണ്ടിയാണ്. പിന്നെയും പറയുന്നുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം. അത് കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം മുഴുവൻ. അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, സത്യേകതയുമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. നിത്യജീവൻ നല്ലൊരു നിർവചനമാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. സത്യേകതയുമായ നിന്നെയും, നിന്നെ എന്ന് പറഞ്ഞ പിതാവാൻ ദൈവത്തെ ഉദ്ദേശിച്ച കർത്താവ് പിതാവാൻ ദൈവത്തോടാണല്ലോ പ്രാർത്ഥിക്കുന്നത് മഹാപുരോഹിത പ്രാർത്ഥനയിൽ. സത്യേകതയുമായ നിന്നെയും എന്ന് പറഞ്ഞാൽ പിതാവാൻ ദൈവത്തെയും നീ അയച്ച പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. അറിയുക എന്ന് പറയുമ്പോൾ വളരെ അടുത്ത ഒരു ഒഴിവാക്കാനാകാത്ത ഒരു ബന്ധം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറിയുക, കന്യമറിയാൻ ചോദിച്ചല്ലോ, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നത് പോലെ അറിയുക എന്ന് പറയുന്നതിന് വളരെ ആഴമേറിയ അർത്ഥമുണ്ട്. ഒരു സജീവമായൊരു ബന്ധത്തിൽ വരിക. യെശയ്യാ പ്രവാചകനും തന്റെ പ്രവചനത്തിന്റെ ആരംഭത്തിൽ ലഭിക്കുന്നുണ്ടല്ലോ, ആകാശമേഘകൾക്ക് ആ ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എന്റെ ജനമോ അറിയുന്നില്ല എന്ന്
പറയുമ്പോൾ അവിടെ എല്ലാം അറിയുക എന്ന് പറയുന്നതിന് വളരെ വിപുലമായ ഒരു അർത്ഥമാണുള്ളത്. അപ്പോൾ സത്യേകതയുമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് യേശുക്രിസ്തു നിത്യജീവൻ എന്നുള്ള വാക്കിന് നിർവചനം വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ജീവൻ എന്ന് പറയുന്ന വാക്ക് ആരുടെ പര്യായമാ? ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നത് പോലെ യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു വഴിയാണ്, യേശുക്രിസ്തു സത്യമാണ്, യേശുക്രിസ്തു ജീവനാണ്. അവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിനുള്ളമായ സജീവമായ ബന്ധത്തിലൂടെ അല്ലാതെ നമുക്ക് നിത്യജീവന്റെ അനുഭവത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയില്ല. 1 യോഹന്നാൻ 5:12 ലേഖനം 1 യോഹന്നാൻ 5:12 പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. യേശുക്രിസ്തുവുമായിട്ടുള്ള സജീവമായ ബന്ധത്തിൽ പുത്രനുള്ളവന് മാത്രമേ ജീവനുള്ളൂ. പുത്രനില്ലാത്തവന്, യേശുക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്തവന് ജീവനില്ല. അതുകൊണ്ട് നിത്യജീവൻ എന്നുള്ളതായ ആശയം വളരെ വിപുലമായി, നശിച്ചു പോകുന്ന ഒന്നും നിത്യമല്ലല്ലോ. നശിച്ചു പോകുന്ന ഒന്നിനെ നമുക്ക് നിത്യമെന്ന് വിളിക്കാനൊക്കത്തില്ല. നശിച്ചു പോകാത്തത് മാത്രമാണ്. നമുക്കെല്ലാം ഇപ്പം ജീവനുണ്ട്. മരണത്തോടുകൂടി നമ്മുടെ ഈ ജഡീകമായ ശരീരത്തിലുള്ള ജീവൻ അവസാനിക്കുക ചെയ്യുന്നത്. പക്ഷേ ഈ ജീവൻ അവസാനിച്ചാലും, മരണത്തോടുകൂടി ജീവൻ അവസാനിച്ചാലും നമുക്കൊരു നിത്യജീവൻ ഉണ്ടെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. ആ നിത്യജീവൻ അവകാശിയായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ധനികനായ യുവാവ് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചല്ലോ, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, നീ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുക. യേശുക്രിസ്തു അവനെന്തോ പറഞ്ഞു? ഗുരു, ഞാൻ ഇതെല്ലാം ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു. യേശുക്രിസ്തു പറഞ്ഞു, നിനക്ക് ഇനിയൊരു കുറവുണ്ട്. നീ നിത്യജീവന്റെ പരിപൂർണതയിലേക്കാണ് നീ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കൽപ്പനകളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ നിനക്ക് ഇനി ഒരു കുറവുണ്ട്. ആ കുറവ് എന്താണ്? നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ അവനെന്ത് ചെയ്തു? അവൻ ആ നിത്യജീവൻ കരസ്ഥമാക്കാൻ മനസ്സില്ലാതെ അവൻ വിഷാദിച്ച് ദുഃഖിതനായി കർത്താവിന്റെ അടുക്കൽ നിന്ന് പോയി എന്ന് നമ്മൾ വായിക്കുന്നത്. അതുപോലെയാണ് ഇന്ന് അനേകർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും ചെയ്യും, പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനൊക്കാതെ നിത്യജീവന്റെ അനുഭവത്തിൽ നിന്ന് അകന്നു പോകുന്ന ധാരാളം പേരെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ കാണാൻ നമുക്ക് നിത്യജീവനെ കുറിച്ച് കാണാൻ സാധിക്കുന്നു. 1 യോഹന്നാൻ 5:10 അതിന്റെ മുകളിൽ അല്പം കൂടെ മുകളിൽ നമ്മളിപ്പോൾ 5-ാം അധ്യായം 12-ാം ഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. 1 അധ്യായത്തിന്റെ 1 യോഹന്നാൻ 5:10 പറയുന്നു, യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു. വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല, ഒരുപാട് സമയം എടുക്കുന്നുള്ളതുകൊണ്ട് വാക്യങ്ങളിലേക്കൊന്നും വായിക്കുന്നില്ല. യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷയ്ക്കുള്ളതായ 1-ാമത്തെ പദം എന്ന് പറയുന്നത് എന്താ? നിത്യജീവൻ. ഇനി 2-ാമത്തെ ഒരു പദം വീണ്ടെടുപ്പ്. റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഈ ഇവിടെ ഏക മനുഷ്യൻ എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ച? ആദാമിനെ ഉദ്ദേശിച്ച. ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏക മനുഷ്യനായ ആദാം നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചപ്പോഴാണ് പാപത്തിലേക്ക് കടക്കാനിടയായത്. അങ്ങനെ ആദാം ഫലം ഭക്ഷിച്ചത് മൂലം മനുഷ്യവർഗം മുഴുവൻ പാപത്തിൽ വീഴുവാനായിട്ടിടയായി എന്നുള്ള കാര്യം പരിശുദ്ധനായ പൗലോസ് റോമാലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പാപത്തിനും മരണത്തിനും വിധേയമായ മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ടാണ് കർത്താവ് ഭൂമിയിൽ അവതരിച്ചത്. നമ്മൾ അവതാരത്തിലേക്ക് കടക്കാൻ പോവുകയാണല്ലോ, ക്രിസ്മസിലേക്ക് ആഘോഷിക്കാൻ പോവുകയാണ്. അവതരിച്ചതുകൊണ്ട് മാത്രമായില്ല, അവസാനം യേശുക്രിസ്തു കാൽവറിയെ തന്റെ രക്തം ഒഴുക്കി കൊടുത്ത് ഈ പാപികളായ നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പാണ് രക്ഷയെന്ന് പറയുന്നത്. ഇതൊക്കെ വെള്ളിയാഴ്ച നമ്മൾ കുരിശ് കുമ്പിടുമ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ആത്മത്തിന് അതിനാൽ രക്ഷയുണ്ടായി എന്ന് സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. കർത്താവിന്റെ കുരിശ് മൂലമാണ് നമുക്ക് രക്ഷയുണ്ടായത്. അതുകൊണ്ടാണ് ആ കുരിശിന് മുഖാന്തരമായ കുരിശിനെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്.
എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിൽ അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. യേശുവിൽ അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മളെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാ. മാമോദിസ ഏറ്റപ്പോൾ മൂഹോൻ തൈലം കൊണ്ട് നമ്മുടെ നെറ്റിയിൽ മുദ്രയിടപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ മൂഹോൻ തൈലം കൊണ്ട് നമ്മുടെ ശരീരം മുഴുവൻ അഭിഷേകം ചെയ്തപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണല്ലോ ഈ മൂഹോൻ തൈലം. അങ്ങനെ നമ്മുടെ ഉടമസ്ഥാവകാശം നാം ദൈവത്തിന് വിട്ടുകൊടുത്തു. മുദ്രയിടുക എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശത്തിന്റെ അടയാളമാണ്. നമ്മൾ പള്ളിയിൽ ഒരു നേർച്ചയായിട്ടൊരു വേദപുസ്തകം കൊണ്ടുപോയാൽ ഉടനെ പള്ളിയുടെ സീൽ അതിൽ കുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അവകാശം ഇനി ഈ വേദപുസ്തകത്തിന്റെ ഉടമസ്ഥൻ നമ്മളല്ല, ദേവാലയമാണ് എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ് ആ പുസ്തകത്തിൽ ദേവാലയത്തിന്റെ സീല് വെക്കുന്നത്. എന്ന് പറയുന്നത് പോലെ നാം മാമോദിസ ഏറ്റു കഴിഞ്ഞപ്പോൾ നമ്മുടെ നെറ്റിയിൽ മൂഹോൻ തൈലം കൊണ്ട് മുദ്രയിടപ്പെട്ടപ്പോൾ ഇനി നാം നമ്മുടെ വകയല്ല, നാം പൂർണ്ണമായും ദൈവത്തിന്റെ വകയാണ് എന്നതിന്റെ അടയാളമായിട്ട് നമ്മൾ മുദ്രയിടപ്പെട്ടു. അങ്ങനെ അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് കൊരിന്ത്യരെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നുവെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? മാമോദിസ ഏറ്റുകഴിഞ്ഞ ഏത് വ്യക്തിയും ദൈവത്തിന്റെ മന്ദിരമായിട്ട് മാറുന്നു. അങ്ങനെ അതുമൂലം ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വീണെടുത്തു നിന്നാണല്ലോ എടുപ്പുണ്ടാകേണ്ടത്, അല്ലേ? ഒരു മനുഷ്യൻ വീണ് കഴിഞ്ഞാല് വീണ സ്ഥാനത്ത് നിന്നാണല്ലോ എഴുന്നേറ്റ് വരേണ്ടത്. എന്ന് പറയുന്നത് പോലെ ആദാം പാപം ചെയ്തപ്പോഴാണ് മനുഷ്യവർഗം പാപത്തിൽ വീണത്. ആ പാപത്തിൽ നിന്നാണ് നമുക്ക് വീണ്ടെടുപ്പ് ഉണ്ടാകേണ്ടത്. ആദാം പാപം ചെയ്തപ്പോൾ 3 കാര്യങ്ങൾക്ക് ആ വീഴ്ചയുണ്ടായത്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, ദ്രവത്വമില്ലാതിരുന്ന ശരീരം ദ്രവത്വമുള്ളതായിട്ട് തീർന്നു. ദ്രവത്വമില്ലാതിരുന്ന ശരീരം, അതായത് നശിച്ചു പോകാതിരിക്കേണ്ട ശരീരമായിരുന്നു ആദാമിനുണ്ടായിരുന്നത്. എന്നാൽ ആദാം പാപം ചെയ്തപ്പോൾ ദൈവം എന്താ പറയുന്നു? നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. അപ്പോൾ ദ്രവത്വമില്ലാതിരുന്ന ശരീരം ദ്രവത്വമുള്ളതായിട്ട് തീർന്നു. അതാണ് പാപത്തിൽ ഒന്നാമത് വീണുപോയ ഒരു കാര്യം. ഇതിനുള്ള വീഴ്ചയാണ് യേശുക്രിസ്തു എന്തോ ചെയ്തു? ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്താ? അവന്റെ ശരീരം ദ്രവത്വം കാണുവാൻ അനുവദിച്ചില്ല എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതായത് ശലറയിൽ വെച്ച യേശുക്രിസ്തു ശരീരത്തോട് ഉയർത്തെഴുന്നേറ്റു. അതുപോലെ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ദ്രവത്വമില്ലാതിരുന്ന ശരീരം ദ്രവത്വമുള്ളതായി തീർന്നു. അതാണ് ആദാമിന് വന്നോയ ഒന്നാമത്തെ വീഴ്ച. 2, മരണമില്ലാതിരുന്ന മനുഷ്യന് ഭയം ഉണ്ടായി. മരണമില്ലാതിരുന്ന മനുഷ്യനെ ഈ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണല്ലോ ആദാമിനോട് പറഞ്ഞത്. പക്ഷേ ഇവ കാണുന്നുണ്ട്, ശരീരപ്രകാരം ആദാം മരിച്ചില്ല. പിന്നെ 800 സംവത്സരം ജീവിച്ചിരുന്ന ആദാം മക്കളെയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന വേദപുസ്തകം പറയുന്നത്. ശരീരപ്രകാരം ആദാം മരിച്ചില്ല എങ്കിലും അവൻ ആത്മീയ പ്രകാരം മരിച്ചു കഴിഞ്ഞു. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് പ്രവചന പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കെ മരിച്ചവരുമുണ്ട്, മരിച്ചാലും ജീവിക്കുന്നവരുമുണ്ട്. പരിശുദ്ധന്മാരൊക്കെ മരിച്ചാലും ജീവിക്കുന്നവരാണ്. പരിശുദ്ധനായ പരിമളത്തിനുമേനി ഇന്ന് സജീവനായിട്ട് നിലകൊള്ളുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ മാതാവോ ഗീവർഗീസ് സദായോ മറ്റു പരിശുദ്ധന്മാരൊക്കെ ശരീരപ്രകാരം മരിച്ചെങ്കിലും അവരൊക്കെ സജീവരായിട്ട് ഇന്ന് നിലകൊള്ളുന്നുവെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അതുകൊണ്ടാണല്ലോ നമ്മൾ താബോർ മലയിൽ മരിച്ചടക്കപ്പെട്ട മോശയെയും മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവിനെയും കർത്താവിനോടൊപ്പം നമ്മൾ കാണുന്നുണ്ട്. മരണത്തിന് ശേഷം ആത്മാക്കൾ ജീവിക്കുന്നു, വളരെ വ്യക്തമായൊരു കാര്യമാണ്. അപ്പോൾ ജീവിച്ചിരിക്കെ മരിച്ചവരുമുണ്ട്. ആദാം ജീവിച്ചിരിക്കെ മരിച്ച അവസ്ഥയിലായി. മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ എന്താ പറയുന്നത്? എൻ്റെ പുത്രനോ മരിച്ചവനായിരുന്നു, ഇപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ പാപത്തിൽ ജീവിക്കുന്ന അവസ്ഥയാണ് മരണമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തോളം അങ്ങനെ ആദാമിനെ സംബന്ധിച്ചോളം മരണമില്ലാതിരുന്ന മനുഷ്യന് മരണത്തിന്റെ അനുഭവം ഉണ്ടായത് ഈ പാപം ചെയ്തപ്പോഴാണ്. അപ്പോൾ വീണുപോയ 2ാമത്തെ കാര്യം അതാണ്, മരണമില്ലാതിരുന്ന ശരീരം മരണഭയം ഉണ്ടായി, അനുഭവം ഉണ്ടായി. 3ാമത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം ഭാഗത്തിൽ പറയുന്നു, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അനുഗ്രഹീത ഭൂമി ശപിക്കപ്പെട്ടു.
ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾക്കാണ് ആദാം പാപം ചെയ്തപ്പോൾ വീഴ്ചയുണ്ടായത്. ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ വീഴ്ചയിൽ നിന്ന് നമ്മെ വിടുവിപ്പാനായിട്ടാണ് യേശുക്രിസ്തു വന്ന് കുരിശുമരണം സഹിച്ച് നമുക്ക് വീഴ്ചയിൽ നിന്ന് എഴുന്നേൽപ്പുണ്ടാകുവാൻ തക്കവണ്ണം ഇടയാക്കിയത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാണ്, രക്ഷയുടെ വാക്ക് വീണ്ടെടുപ്പ്. ഒന്നാമത്തെ എന്തായിരുന്നു? നിത്യജീവൻ. 2 വീണ്ടെടുപ്പ്. മൂന്നാമത്തെ വാക്ക് മോചനം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. നമ്മുടെ കർത്താവും ദൈവവും മഹത്വമുള്ളവനുമായ പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ച് തന്നെ പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തി ഇന്നതെന്നും അറിയേണ്ടതിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് നമുക്ക് കാണാനുണ്ട് വീണ്ടെടുപ്പ് എന്നുള്ള വാക്യം ഇതാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്വത്തിന് പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിരിക്കുന്നു. അവിടെ നമുക്ക് വീണ്ടെടുപ്പ് ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ വാക്ക് മോചനം. നമ്മൾ കുർബാന ആരംഭിക്കുന്നപ്പോൾ പറയുന്നില്ലേ, മോചനം അതിനായി പാപികളെ വരുവിൻ യാചിപ്പിൻ, അല്ലെ? മോചനം, രക്ഷയ്ക്കുള്ളതായ മറ്റൊരു വാക്കാണ് മോചനം എന്ന് പറയുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ അവിടെ തളവാത രോഗിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവനെ കൊണ്ടുവന്നപ്പോൾ യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? നിനക്ക് സൗഖ്യം തന്നിരിക്കുന്നു എന്നല്ല പറഞ്ഞത്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. കാരണം രോഗസൗഖ്യത്തെക്കാൾ പാപമാണ് മനുഷ്യനെ രോഗത്തിലേക്ക് വഴി നടത്തുന്നതെന്നും പാപങ്ങൾക്ക് മോചനം ഉണ്ടാകുമ്പോൾ രോഗത്തിന് മോചനം ഉണ്ടാകുമെന്നുള്ളതും യേശുക്രിസ്തുവിന്റെ ഒരു പഠിപ്പിക്കലായിരുന്നു. മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ഈ മോചനമാണ് രക്ഷയെന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 35-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം പെന്തിക്കോസ്തിയിൽ പരിശുദ്ധനായ പത്രോസ്ലീഹ ചെയ്ത പ്രസംഗമാണ് അവിടെ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 35-ാം വാക്യം പത്രോസ്ലീഹയുടെ പ്രസംഗമാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അവിടെ മോചനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലും ആ ആശയം കാണുന്നുണ്ട്. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിനെ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. അവിടെ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. മോചനം, രക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന 3-ാമത്തെ വാക്കാണ് മോചനം. ഇനി 4-ാമത്തെ വാക്ക് നിരപ്പിക്കൽ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പറയുന്നു, അവൻ ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതു മനുഷ്യനായി സൃഷ്ടിപ്പാനും ക്രൂശന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അതായത് യേശുക്രിസ്തു കാൽവറിയിൽ കുരിശുമരത്തിന്മേൽ തൂങ്ങിയപ്പോൾ ഇരുപക്ഷത്തെയും എന്ന് പറഞ്ഞാൽ ദൈവത്തെയും മനുഷ്യനെയും, ആദാം പാപം ചെയ്തപ്പോൾ മനുഷ്യവർഗം മുഴുവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എങ്കിൽ ഈ അകന്നുപോയ മനുഷ്യവർഗത്തെ പിതാവാൻ ദൈവത്തോട് നിരപ്പിക്കുവാൻ യേശുക്രിസ്തു തന്റെ കാൽവറിയിലെ കുരിശുമരണം മൂലം കാരണമാക്കി. യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ നീട്ടപ്പെട്ട കരങ്ങൾ, ഒരു കരങ്ങൾ പിതാവാൻ ദൈവത്തിങ്കിലേക്ക് നീട്ടപ്പെട്ടിരിക്കുന്നു. ആ കരം നമ്മോട് വിളിച്ചു പറയുന്നത്, പിതാവ് ഇവർ ചെയ്യുന്നതിന് അറിയാനായിട്ട് ക്ഷമിക്കണമേ എന്ന് ഒരു കരം പിതാവാൻ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ മറ്റേ കരം കൊണ്ട് കർത്താവ് ലോകത്തിന്റെ നേരെ നീട്ടപ്പെട്ടിരിക്കുക. ആ കരം നമ്മോട് വിളിച്ചു പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അങ്ങനെ ഭിന്നിച്ചിരുന്ന ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അവൻ ഇരുപക്ഷത്തെയും
തന്നിൽ ഒരേ പുതുമനുഷ്യരായി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം കർത്താവ് തന്റെ കുരിശുമരണം മൂലം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ, തന്റെ ശരീരത്തിൽ ദൈവത്തോടെ നിരപ്പിക്കുവാനും തന്നെ. ആദാം പർദീസായിൽ നിന്ന് തള്ളപ്പെട്ടപ്പോഴാണ് എന്തോ പാപമുണ്ടായത്, ദൈവമായിട്ടുള്ളതായ അകൽച്ചയുണ്ടായത്. പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആദാമിന്റെ അവസ്ഥ എന്തായിരുന്നു? വേദപുസ്തകത്തിൽ വായിക്കുന്നത്, എല്ലാ ദിവസവും വെയിലാകുമ്പോൾ ദൈവം തോട്ടത്തിലോട്ട് വരും, ആദാമും ഹവ്വായും ഇറങ്ങിച്ചെല്ലും. ഒരു കൂട്ടുകാരനെ പോലെ ആദാമിനോട് ഹവ്വായോട് വെച്ച് ദൈവം തോട്ടത്തിലൂടെ നടക്കുമായിരുന്നു. ഈ കാഴ്ച സ്വർഗത്തിലെ മാലാഖമാർ കണ്ടിട്ട് അത്ഭുതത്തോടുകൂടി നോക്കി നിന്നു. നമ്മൾ പാടുന്നില്ലേ, ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോട് തുല്യം സൃഷ്ടിയായി മൺമേനു ധ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നിടോ നതു കാണാനുള്ള ദൈവ സ്വർഗത്തിലെ മാലാഖമാർ അത്ഭുതത്തോടുകൂടി ഈ കാഴ്ച കണ്ട് നോക്കി നിന്നുവെന്ന് നമ്മൾ ആ പാട്ടിൽ പാടുന്നു. പക്ഷെ നമ്മളിതൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല പാടുന്നു, ഞങ്ങൾ തട്ടിവിടും. ഒരു അമ്പഴപ്പോഴൊക്കെ നമ്മുടെ മനസ്സൊരിടത്ത് ഹൃദയം വേറിടത്തും ആയിരിക്കും, അല്ലേ? നമ്മുടെ ആരാധനയുടെ മഹത്വം ഒന്നും വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ള അർത്ഥം. എല്ലാം വേദപുസ്തകത്തിൽ അടിച്ചതാണ് നമ്മുടെ ആരാധനയൊക്കെ. ഇത് വേദപുസ്തകത്തിൽ പറയുന്ന ഒരു സംഭവം പാട്ടിലൂടെ പിതാക്കന്മാരെ ആവിഷ്കരിച്ചെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പോട്ടെ, അങ്ങനെ ആദാം പാപം ചെയ്യാതിരുന്ന കാലഘട്ടത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു ആദാമിനുണ്ടായിരുന്നത്. എല്ലാ ജീവജാലങ്ങളും ആദാമിന്റെ അടുക്കൽ വരും, ആദാമിന്റെ ശരീരത്തിലൂടെയൊക്കെ കയറി ഇറങ്ങി നടക്കും. പാമ്പിഴഞ്ഞു വന്ന് ആദാമിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയാലും ആദാമിനൊന്നുമില്ല. കാരണം ആദാം എന്നൊരു സുഗന്ധം പുറപ്പെട്ടിരുന്നു. അതായിരുന്നു എല്ലാ ജീവജാലങ്ങളെയും ആദാമിന്റെ അടുക്കലേക്ക് പാപം ചെയ്യുന്നതിന് മുമ്പ് ആകർഷിച്ചിരുന്നത്. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ സുഗന്ധം ആദാമിൽ നിന്ന് നഷ്ടപ്പെട്ടു. സുഗന്ധത്തിന്റെ സ്ഥാനത്ത് ദുർഗന്ധം ഉണ്ടായി. ഈ ദുർഗന്ധമാണ് ജീവജാലങ്ങളെ ആദാമിൽ നിന്ന് അകന്നു പോകുവാൻ തക്കവണ്ണം ഇടയാക്കിയത്. ആദാവും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള ശത്രുത്വം ഉണ്ടായി. ദൈവം പാമ്പിനെ ശപിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? നീ അവന്റെ കുതികാൽ തകർക്കും, അവൻ നിന്റെ തല തകർക്കും. മനുഷ്യനും പാമ്പിനും തമ്മിൽ വലിയ ശത്രുത്വം അതോടുകൂടി ഉണ്ടായത് ആദാം പാപം ചെയ്തതോടുകൂടി. അങ്ങനെ ജീവജാലങ്ങളെല്ലാം ആദാമിന് അകന്നു പോകാൻ ഇടയാക്കിയത് ആദാമിന്റെ പാപമാണ്. അങ്ങനെ ദൈവവും മനുഷ്യനുമായിട്ട് അകന്നുപോയ ആദാമിനെ, മനുഷ്യവർഗത്തെ യേശു ക്രിസ്തു കുരിശുമരണം മൂലം തന്നിലേക്ക് സംയോജിപ്പിച്ചു. നമുക്കറിയാമല്ലോ, യേശു ക്രിസ്തു കബറടക്കപ്പെട്ടതിന് ശേഷം എവിടോട്ട് പോയി? പാതാളത്തിലേക്ക് പോയി അവിടെയുള്ള ആത്മാക്കളെ സന്ദർശിച്ചു. അവിടെ ചെന്നപ്പോൾ ഓരോരുത്തരെയും കണ്ടു. നമ്മൾ ദുഃഖശനിയാഴ്ചത്തെ ശുശ്രൂഷകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാതാളത്തിലേക്ക് ചെന്ന ആദാമിനെ പിതാക്കന്മാരൊക്കെ സന്തോഷത്തോടെ എതിരേറ്റു. ആദാമിനെ പാതാളത്തിൽ വെച്ച് കർത്താവ് കണ്ടു. കർത്താവിനെ കണ്ടപ്പോൾ ആദാമിന് എന്തോ ഉണ്ടായ ഭാവം എന്തായിരുന്നു? ലജ്ജ കൊണ്ട് അവന്റെ മുഖം താണുപോയി. അവന് കർത്താവിന്റെ മുഖത്തോട് നോക്കാനുള്ള ഒരു ധൈര്യമില്ല. എന്താ കാരണം? ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടായിരുന്നല്ലോ ഇന്നേ ദിവസം ദൈവപുത്രനെ പിടിച്ച് മനുഷ്യര് നിന്ദ്യമായ കുരിശു മൂപ്പിച്ച് ആണി അടുപ്പിച്ച് അവന്റെ അവസാനത്തുള്ള രക്തം പോലും മനുഷ്യവർഗത്തിന് ഒഴുക്കി കൊടുക്കുവാൻ കാരണക്കാരനായത് എന്റെ പാപം കൊണ്ടാണല്ലോ എന്ന് ഓർത്തപ്പോൾ ആ കർത്താവിന്റെ മുഖത്തോട് നോക്കാൻ ആദാമിനൊരു ലജ്ജ തോന്നി. യേശുക്രിസ്തു എന്തോ ചെയ്തു? ആദാമിന്റെ അടുത്ത് ചെന്നു, അവനെ തട്ടി. ആദാമിനോട് എന്താ പറഞ്ഞു? നമ്മൾ കെംതായി പാടുന്നുണ്ട്, നാഥൻ മുറയിലുറപ്പിച്ചാദത്തെ ഖേദിക്കേണ്ട നിൻ പാപത്തെ യോർത്തിനിയും നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ ഏതൻ കനി നീ തിന്നതിനായി കയ്പും കുടിച്ച് ഞാൻ നഗ്നതയാ നീ ഇലകൾ ചാർത്തി നഗ്നതയോടെന്നെ അവർ തൂക്കി ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതന്റെ. അല്ലയോ ആദമേ, നീ നിന്റെ പാപത്തെ ഓർത്ത് പേടിക്കണ്ട. കാരണം എന്താണ്? നീ കുറ്റം ചെയ്തു, അന്ന് നിന്നെ ആരും അടിച്ചില്ല. എന്നാലോ ഇന്നേ ദിവസം കഴിഞ്ഞ ദിവസം പീലാത്തോസ് ചാട്ടാവാഹ കൊണ്ട് എന്നെ അടിച്ചു. നീ മനുഷ്യനായിരിക്കെ ദൈവമായി തീരുമെന്നുള്ള സാത്താന്റെ പ്രലോഭനം കേട്ടതുകൊണ്ട് നീ ആദൻ കനി ഭക്ഷിച്ചു. അതിനു പകരം എന്നെ അവർ കയ്പ് ഭക്ഷിപ്പിച്ചു. ഞാൻ എന്റെ രക്തം ചെലുത്തിയതിന്റെ ഫലമായി നീ നഗ്നനായിരുന്നപ്പോൾ അത്തിയിലെ ചുറ്റി നിന്റെ നഗ്നത മറച്ചു. അതിനു പകരം നഗ്നതയോടെ എന്നെ അവർ തൂക്കി. ഞാൻ ചിന്തിയ രക്തത്താൽ പിതാവാൻ ദൈവത്തിന്റെ കോപം നീങ്ങിയതുകൊണ്ട് അല്ലയോ ആദമേ, നീ നിന്റെ പാപത്തെ ഓർത്ത് ദുഃഖിക്കേണ്ട എന്ന് കർത്താവ് ആദാമിനോട് പറയുന്നതായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ്
പിതാക്കന്മാർ ഈ പാട്ട് രചിച്ചിരിക്കുന്നത്. നമ്മളെല്ലാ ദിവസവും ക്യംതായിക്ക് സന്ധ്യാനമസ്കാരത്തിന് ചൊല്ലാറുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും നമ്മളിതൊന്നും ഓർത്തുകൊണ്ടല്ലല്ലോ ഇതൊന്നും ചൊല്ലുന്നത്, അങ്ങ് തട്ടി വിടത്തേ ഉള്ളൂ. പാതാളത്തിൽ ചെന്നപ്പോൾ കർത്താവ് ദാവീദിനെ കണ്ടായിരുന്നു. ദാവീദ് എന്തോ ചെയ്തു? ദാവീദാം താതൻ തൻ വരവിങ്ങനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന വീണയുമായി കമ്പി മുറുക്കി. തന്നെ സന്ദർശിക്കുവാനായിട്ട് ലോകരക്ഷകൻ അവിടേക്ക് കടന്നു വന്നപ്പോൾ ദാവീദ് ഓടിച്ചെന്ന് തന്റെ വീടയെടുത്ത് ശ്രുതിമധുരമായ ഗാനങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവപുത്രനെ സ്തുതിച്ചു എന്നാണ് നമ്മൾ പാടുന്നത്. പോകട്ടെ, അപ്പോൾ അങ്ങനെ ഭിന്നിച്ചിരുന്ന മനുഷ്യവർഗത്തെയും ദൈവത്തെയും തമ്മിൽ കർത്താവ് തന്റെ കുരിശുമരണം പോലെ യോജിപ്പിച്ച് മനുഷ്യവർഗത്തെ എന്തോ ചെയ്തു? പാപത്തിന്റെയും മരണത്തിന്റെയും അധികാരത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവവുമായിട്ട് നിരപ്പിച്ചു. ആ നിരപ്പിക്കലിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? രക്ഷ എന്ന് പറയുന്നത്. ഈ 5-ാമത്തെ വാക്ക് വിടുതൽ. വിടുതൽ എബ്രായർ 2-ാം അധ്യായം 14-ാം വാക്യം. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി, തന്റെ കുരിശുമരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മുതൽ മനുഷ്യൻ മരണത്തിന് അധീനരായി. മരണഭീതി മനുഷ്യന്റെ മേലുണ്ടായെങ്കിൽ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ വിടുവിക്കുവന്ന് പിതാക്കന്മാർ ഏതാണ്ട് 4000 വർഷക്കാലം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിരുന്നു കാൽവറിയിലെ കർത്താവിന്റെ കുരിശുമരണം. ആ കുരിശുമരണം മൂലം കർത്താവ് എന്തോ ചെയ്തു? പാപത്തിന്റെ അധികാരിയായ സാത്താന്റെ അടിമത്വത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. ആ വിടുതലാണ് രക്ഷ. ഇപ്പോൾ നമ്മൾ പറഞ്ഞായ വാക്യം, അതായത് എബ്രായർ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. ഇപ്പോൾ ഞാൻ ആ വായിച്ചതായ വാക്യവും നമ്മൾ പാട്ടിലൂടെ പാടാറുണ്ട്. ഏത് പാട്ടിലൂടെ പാടുന്നത്? മരണാധികാരിയായിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലെ നീക്ക് മൃത്യു ഭീതി തീർത്ഥനാഥനെ. ഒരു പഴയ പാട്ടാണ്, ഇപ്പൊ ആ പാട്ടൊന്നും പാടാറില്ല. മരണത്തിന്റെ അധികാരിയായ സാത്താനെ തന്റെ മരണത്താൽ നമ്മുടെ മരണത്തിന്റെ ഭീതിയൊക്കെ തീർത്ഥനാഥനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവിനെ പാടി സ്തുതിക്കുന്ന പാട്ടാണത്. എന്നാൽ ഇന്ന് നമ്മുടെ ക്യംതാലിൽ നമ്മൾ ഈ പാട്ടിപ്പം ഈ ആശയം പാടാറുണ്ട്. എന്തുവാ? തന്മുതിയാൽ അഴകാകെ നശിപ്പിക്കും മരണത്തെ കൊന്നേ ടാകൽ കൗസ തൻ കീഴിൽ നിന്നടിയാരെ വീണ്ട നിന് കുചിത ധ്വനിയിൽ സ്തുതി പാടും അടിയാരെല്ലാരും. ഈ പാട്ടിന്റെ അർത്ഥമാണ് എബ്രായർ ലേഖനം 2-ാം അധ്യായം 14 അതിന്റെ ഗദ്യമാണ്. തന്റെ മരണത്താൽ മരണഭീതിയിൽ ആയിരുന്ന മനുഷ്യവർഗത്തെ മരണത്തിന്റെ ഭീതിയിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. ആ വിടുതലാണ് രക്ഷ. ഇനി 6-ാമത് ഒരു വാക്കുകൂടെ ഉണ്ട്, സ്വാതന്ത്ര്യം നൽകൽ. രക്ഷയ്ക്കുള്ള 6-ാമത്തെ വാക്കാണ് സ്വാതന്ത്ര്യം നൽകൽ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 30-ാം വാക്യം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അതായത് യഹൂദന്മാര് കർത്താവിനോട് ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്, ഞങ്ങൾ ആർക്കും ഒരു നാളും ദാസരായിരുന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു എന്ന് പറഞ്ഞ വേദഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്താത്തോളം കാലം നിങ്ങൾ എന്നും പാപത്തിന്റെ അടിമത്തിൽ കിടത്തുവാനേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് യേശു. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. യോഹന്നാൻ മുദ്ദാൻ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനം കൊള്ളരുത്, ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അന്ന് യോഹന്നാൻ മുദ്ദാനെയും വിളിച്ചു പറഞ്ഞതാണ്. അപ്പോൾ ഈ പാപത്തിന്റെ അടിമത്വത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത് കർത്താവാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യം നൽകൽ എന്നുള്ള വാക്ക് നമ്മൾ രക്ഷയ്ക്ക് ഉപയോഗിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ആശയം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകിയാൽ അടിമനുഭവത്തിൽ ഇനിയും ഉറച്ചു നിൽക്കരുത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. സ്വാതന്ത്ര്യം നൽകൽ അത് നമ്മൾ ക്യംതായി പാടുന്നുണ്ട്. രാത്രിയുടെ 3-ാം കൗമായിൽ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുത്ഥാനത്താൽ തന്നോനാം പുത്ര, അല്ലേ? 3-ാം കൗമായുടെ അവസാനത്തെ പാട്ട് നമ്മൾ പാടുന്നുണ്ട്. സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മൂലം നൽകിയ പുത്ര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ 6 വാക്കുകളാണ് രക്ഷയ്ക്ക് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. ഇനി ഒരുപക്ഷെ വാക്കുകൾ കണ്ടേക്കാം.
എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 1 നിത്യജീവൻ, 2 വീണ്ടെടുപ്പ്, 3 മോചനം, 4 നിരപ്പിക്കൽ, 5 വിടുതൽ, 6 സ്വാതന്ത്ര്യം നൽകൽ. ഇങ്ങനെയുള്ള വിവിധ വാക്കുകളാണ് ക്രൈസ്തവ സഹോദരന്മാർ രക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ. ഹൈന്ദവ സഹോദരന്മാർ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാ? നിർവ്വാണം, മോക്ഷം, സായുജ്യം. ഈ വാക്കുകൾ ഹൈന്ദവ സഹോദരന്മാർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ വക വാക്കുകളൊക്കെയാണ് രക്ഷയ്ക്ക് പകരം ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇനി നമ്മൾ കാണുന്നത് രക്ഷയ്ക്ക് പല പടികളുണ്ട്. പല പടികൾ പിന്നിട്ടാണ് നമ്മൾ രക്ഷയിലെത്തും. ഒറ്റയടിക്കെങ്കിൽ ചാടി കയറുമല്ല. ഒരു ഉദ്യോഗത്തിൽ കയറുന്ന ആളും അങ്ങനല്ലേ അല്ലേ? ആദ്യം അറ്റൻഡറായി, പിയൂണായി, പിന്നെ അറ്റൻഡറായി, പിന്നെ LD ആയി, UD ആയി, ജൂനിയർ സൂപ്രണ്ടായി, സീനിയർ സൂപ്രണ്ടായി. ഇങ്ങനെ പടികൾ കയറിയാണ് ഉദ്യോഗത്തിന്റെ മുകൾ തലത്തിലോട്ട് എത്തുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും, ഏത് കാര്യങ്ങളായാലും, അച്ഛന്മാരായാലും തന്നെ ആദ്യം 4-ാം പട്ടം ആദ്യമേ ശുശ്രൂഷകനായിട്ട് മധുവായിൽ പ്രവേശിപ്പിച്ചു. പിന്നെ കോഹിയോ പട്ടം, യൗപതിയോക്കുനോ പട്ടം, ശംശോനോ, കശീശ, ഇങ്ങനെ പടിപടിയായിട്ടാണ് നമ്മൾ പട്ടത്വം പ്രാപിക്കുന്നത്. എന്ന് പറയുന്ന പോലെ ഏത് സ്ഥാനങ്ങൾ എന്ന് പറയുന്ന പോലെ രക്ഷയ്ക്കും പല പടികളുണ്ട്. രക്ഷയ്ക്ക് ഹൈന്ദവ സിദ്ധാന്തത്തിൽ 4 പടികൾ എന്ന് പറയുന്നത് സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. ഈ 4 പടികളാണ് ഹൈന്ദവ സിദ്ധാന്തത്തിൽ. നമ്മൾ ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കുക. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. സാലോക്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം ദൈവത്തെ ഒന്ന് കാണുക, ദൈവത്തെ ഒന്ന് കാണുക, ദൈവത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സാലോക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് അറിയുക. അറിവ് പല രീതിയിലാകാം. വായിച്ചറിവാകാം, വേറൊരാൾ പറഞ്ഞുള്ള അറിവാകാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ആദ്യമേ ദൈവത്തെക്കുറിച്ച് അറിയണം. അതാണ് രക്ഷയുടെ 1-ാമത്തെ പടി എന്നാണ് ഹൈന്ദവ സിദ്ധാന്തത്തിൽ പറയുന്നത്. സാലോക്യം, ദൈവത്തെക്കുറിച്ച് അറിയുക. അത് വായിച്ചുള്ള അറിവാകാം, പഠിച്ചുള്ള അറിവാകാം, മറ്റൊരാൾ പറഞ്ഞുള്ള അറിവാകാം. ഏത് രീതിയിലായാലും ദൈവത്തെ ഒന്ന് അറിയുക എന്നുള്ളത് മാത്രമാണ് സാലോക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2-ാമത് സാമീപ്യം. സാമീപ്യം എന്ന് പറഞ്ഞാൽ വാക്ക് തന്നെ നമുക്ക് ആശയം മനസ്സിലാകും. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ മനുഷ്യൻ ദൈവത്തിന്റെ സമീപത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ അനുഭവത്തിലൂടെ ദൈവത്തെ അറിയുക. അനുഭവത്തിലൂടെ ദൈവത്തെ അറിയുക. ദൈവത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുക, പിന്നെ 2-ാമത് സമീപത്തെ എന്ന് അറിയുക. ദൂരെ നിന്നുകൊണ്ട് കാണുന്ന അറിയുന്നതുമായ എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല. ഇന്ന് നമുക്കറിയാമല്ലോ, മാധ്യമങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് തട്ടിവിടുന്നത് അല്ലെ? ഏത് നല്ല മനുഷ്യനെയും മോശക്കാരനാക്കാൻ ഒരു മാധ്യമം വിചാരിച്ചാൽ മതി. ഇന്ന് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചു ഒക്കെ ഏത് മനുഷ്യനെയും, ഇത് നമ്മളിത് പത്രത്തെ ദിവസവും വായിക്കുന്നതാ. അതേസമയം ഏത് മോശപ്പെട്ട മനുഷ്യനെ നല്ലവനാക്കാനും മാധ്യമങ്ങൾ വിചാരിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ കേട്ടറിവും കണ്ടറിവും ശരിയാവണമെന്നില്ല, അനുഭവത്തിലൂടെ അറിയണം. അതാണ് സാമീപ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്രൈസ്തവ സിദ്ധാന്തത്തിൽ ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ദൈവത്തെ അനുഭവത്തിലൂടെ അറിയുന്നത് നമ്മുടെ ദാവീദിന്റെ ജീവിതത്തിന്റെ അനുഭവം. ദാവീദിന്റെ ജീവിതത്തിന്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ദാവീദ് ആട്ടിടയനായിട്ട് നടന്നു. ഇശായിയുടെ 8 മക്കളിൽ ഏറ്റവും ഇളയവൻ. മൂത്ത മക്കൾക്കൊക്കെ പട്ടാളത്തെ ജോലി. അപ്പനും അമ്മയ്ക്കും ഒക്കെ മൂത്ത മക്കളെ കുറിച്ച് പറയുമ്പോൾ 7 നാക്ക. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഇടയൻ, വാക്കത്ത് കേട്ടവൻ, ഒന്നിനും കൊള്ളാത്തവൻ, ഒരു പുച്ഛഭാവത്തിൽ അവർ കണക്കാക്കി. ദാവീദ് പറഞ്ഞത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നെങ്കിൽ യഹോവ എന്നെ ചേർത്തുകൊള്ളും. അങ്ങനെ അവൻ ആടിനെ തീറ്റി നടന്നപ്പോൾ മൂത്ത മക്കൾക്ക് പട്ടാളത്തിൽ വലിയ ജോലി, ഇവനൊരു അംഗീകാരം വീട്ടിലുമില്ല. അപ്പോൾ അവൻ ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കാണും. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടാണ് എന്തുകൊണ്ടാ ചെയ്തത്? അവനെ ശമൂവേൽ പ്രവാചകൻ വീട്ടിൽ വന്ന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. അന്ന് ഈ മൂത്ത മക്കളെയൊക്കെ അപ്പം പിടിച്ചു നിർത്തി. ഇവനാ കേമനാ കേണല അല്ലെങ്കിൽ മേജറാ എന്ന് പറഞ്ഞ് പട്ടാളത്തിലെ ജോലിയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ഇല്ല, ദൈവം അവനെ തിരഞ്ഞെടുത്തിട്ടില്ല, മാറ്റി നിർത്തേ. 7 മക്കളെ മാറ്റി നിർത്തിയപ്പോഴും ഇശായിക്കൊരു നിരാശ. ഇനി നിനക്ക് മക്കൾ വലിയൊരു ഉണ്ടോ? ശമൂവേൽ ചോദിച്ച്, ഒരുത്തനുണ്ട്. കഥയില്ലാത്തവനാ. അല്ല, അവനെ കുടിഞ്ഞ് വരുത്തണം. അതിനുശേഷം ഞാൻ ഈ വെച്ചിരിക്കുന്ന കാപ്പിയൊക്കെ കുടിക്കത്തുള്ളൂ. പ്രവാചകനെ ധിക്കരിക്കാൻ വയ്യാത്തതുകൊണ്ട്, ഇശായെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ദാവീദിനെ വരുത്തി സഹോദരന്മാരുടെ മുമ്പാകെ വന്നപ്പോൾ ശമൂവേലിന്റെ മനസ്സിൽ ദൈവം തോന്നിച്ച് ഇവനാണ് ഇസ്രായേലിലെ രാജാവ്. സഹോദരന്മാരുടെയും അപ്പന്റെയും അമ്മയുടെയും മുമ്പിൽ വെച്ച് തൈലക്കൊമ്പെടുത്ത് ശമൂവേൽ അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അല്ലേ? അവൻ ദൈവത്തെ അറിഞ്ഞു. അവൻ ആടിനെ തീറ്റി നടന്നപ്പോൾ കരടിയും സമൂഹം ഒക്കെ ആടിനെ പിടിക്കാൻ വന്നു. ദാവീദ് എന്തോ ചെയ്തു? കരടിയെയും സമൂഹത്തെ എല്ലാം കൊന്ന് ആടിനെ രക്ഷിച്ചു. ഒരു സാധാരണ മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല ഇങ്ങനെ കരടിയെ കൊല്ലുക, സമൂഹത്തെ കൊല്ലുക എന്ന് പറയുന്നത്. യഹോവ അവന്റെ കൂടെ ഉണ്ടായതുകൊണ്ട് ആണ് അവൻ അതൊക്കെ സാധിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
ഗോലിയാത്തുമായിട്ടുള്ള മൽപ്പിടുത്തം നടന്നത്. അവിടെ ഒരു സാധാരണ മനുഷ്യനാർക്കും ഗോലിയാത്തിനെ നേരിടാൻ ധൈര്യമില്ലായിരുന്നു. അവിടെ മല്ലനായ ഗോലിയാത്തിനെ ദാവീദ് കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തി, അല്ലേ? അങ്ങനെ ഗോലിയാത്തിന്റെ ഉറയിൽ നിന്ന് വാളൂരി അവന്റെ തല വെട്ടി അവന്റെ തലയുമായിട്ട് വരുമ്പോൾ സ്ത്രീകളായ നിങ്ങളൊരു മുദ്രാവാക്യം വിളിച്ചു. എന്താ? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു, അല്ലേ? ആവശ്യമില്ലാതെ വിളിച്ച മുദ്രാവാക്യം, ആവേശം കൊണ്ട് സന്തോഷം കൊണ്ടും വിളിച്ചു പോയതാ. പക്ഷെ ശൗലിന് അന്നേരം മുതൽ കണ്ണുകടിയായി. ഇനി ഈ രാജസ്ഥാനം കൂടെ അവന് കിട്ടാനുള്ളല്ലോ. അന്നേരം മുതൽ അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവാത്മാവനെ വിട്ടുമാറി ദുരാത്മാവന്റെ മേൽ വന്നു. പിന്നെ വീണ വായന കേൾക്കുമ്പോഴാണ് ശൗലിന് അല്പം ആശ്വാസം കിട്ടുന്നത്. അങ്ങനെ വീണ വായിക്കാൻ വേണ്ടി ദാവീദ് അതിന് നിപുണനാണെന്ന് മനസ്സിലാക്കി ദാവീദിനെ കൊണ്ടുവന്ന് രാജസന്നിധിയിൽ നിർത്തി ദാവീദ് വീണ വായിക്കുമ്പോൾ ശൗലിന് അല്പം ആശ്വാസം കിട്ടും. പക്ഷെ അപ്പോഴും ശൗലിന്റെ മനസ്സിൽ കൂടെ പോകുന്ന എന്തോ അവനെ തട്ടണമെന്നാ. ഒരവസരത്തിൽ ദാവീദ് വീണ വായനയിൽ മുഴുകിയിരുന്നപ്പോൾ ശൗല് കുന്തമെടുത്ത് അവന്റെ നേരെ ഓങ്ങി. പക്ഷെ ദാവീദ് പെട്ടെന്ന് മാറിക്കളഞ്ഞുകൊണ്ട് കുന്തം ചെന്ന് ഭിത്തിയെ തകച്ചു. അന്ന് മുതൽ ദാവീദ് കൊട്ടാരം വിട്ട് അവിടെ ഇവിടെ ഒളിച്ചു പോക്കാൻ തുടങ്ങി. ശൗലും എവിടെങ്കിലും ദാവീദ് ഉണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ പുറകേക്ക് ചെന്ന് അവനെ ഉപദ്രവിക്കാനായിട്ട് പോയി. ആ സംഭവങ്ങളൊക്കെ വിവരിച്ചാൽ ഒരുപാട് സമയം പോകും. എങ്കിലും ഒരനുഭവം ദാവീദിന്റെ ജീവിതത്തിലെ അനുഭവം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ദാവീദ് ഒരിക്കൽ ഫെലിസ്ത്യ രാജാവായ ആഖീശിന്റെ അടുക്കൽ ചെന്ന് അകപ്പെട്ടു. അവിടെ ഉള്ളതെല്ലാം അവനെ തിരിച്ചറിഞ്ഞു. എവനാ പണ്ട് നമ്മുടെ മല്ലൻ ഗോലിയാത്തിനെ കൊന്ന്, എവനെ വെറുതെ വിടരുത്. ദാവീദ് മനസ്സിലായി തന്റെ ജീവൻ അപകടത്തിലായിരിക്കുന്നു. ഒരായുധമില്ല, തന്നെ സഹായിക്കാൻ ആരുമില്ല. ദൈവമേ, പെട്ടെന്ന് ദൈവം അവന്റെ ബുദ്ധി കൊടുത്ത് എന്താ ഒരു ഭ്രാന്തന്റെ വേഷം അഭിനയിച്ച് വായിന്ന് തുപ്പൽ വെച്ച് കട്ടളയിലും ജനലയിലെല്ലാം തേച്ചിട്ട് ആടാനും പാടാനും തുടങ്ങി. പക്ഷെ രാജാവ് പറഞ്ഞു, ഇവൻ ദാവീദൊന്നുമല്ല, ഇവനെ കൊണ്ട് കള. ഈ രാജ്യത്ത് വേറെ ഭ്രാന്തന്മാരൊന്നുമില്ല, ഈ ഭ്രാന്തന്റെ കളി കൂടെ ഞാൻ കാണണോ, ഇവനെ കൊണ്ട് കളയാൻ പറഞ്ഞു. അവർ കൊണ്ട് ദാവീദിനെ ഉപേക്ഷിച്ചു. ആ പോയ സന്ദർഭത്തിലാണ് ദാവീദ് 34 സങ്കീർത്തനം പാടിയത്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. അവിടെ താഴോട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. ആ രുചിച്ചറിയുന്ന അനുഭവമാണ് ഹൈന്ദവ സിദ്ധാന്തത്തിലെ സാമീപ്യം എന്ന് പറയുന്നത്. അനുഭവത്തിലൂടെ ദൈവത്തെ മനസ്സിലാക്കുക. നമുക്കറിയാമല്ലോ, ശർക്കര മധുരമുള്ള സാധനം. നമ്മളൊരു കടലാസിൽ ശർക്കര എന്ന് എഴുതി അത് നക്കിയാൽ വല്ല രുചിയും കിട്ടുമോ? ഇല്ല. ശർക്കരയുടെ രുചി കിട്ടണമെങ്കിൽ സാക്ഷാൽ ശർക്കര തന്നെ നമ്മുടെ വായിലിട്ട് നുണയണം, അപ്പോഴേ ശർക്കരയുടെ രുചി കിട്ടൂ എന്ന് പറയുന്നത് പോലെ ദൈവത്തെ അനുഭവത്തിലൂടെ അറിയുന്ന അനുഭവമാണ് ഹൈന്ദവരുടെ സാമീപ്യം എന്ന് പറയുന്ന അനുഭവം. കേട്ടറിഞ്ഞ ദൈവത്തെ അനുഭവത്തിലൂടെ അറിയുക. ദാവീദിന്റെ ജീവിതത്തിൽ നടന്നതുപോലെ. അതാണ് ഹൈന്ദവ സിദ്ധാന്തത്തിലെ രണ്ടാമത്തെ കാര്യം, സാമീപ്യം. 3 സാരൂപ്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദൈവത്തിന്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് ശ്രമിക്കുക. ദൈവം വിശുദ്ധനാണെങ്കിൽ നമ്മൾ വിശുദ്ധിയുടെ അനുഭവത്തിൽ വളരാൻ ശ്രമിക്കുക. ദൈവം സ്നേഹവാനാണെങ്കിൽ ആ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. ദൈവം മനസ്സലിവുള്ളവനാണെങ്കിൽ ആ മനസ്സലിവ് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുക. അങ്ങനെ ദൈവത്തിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നതാണ് സാരൂപ്യം എന്ന് പറയുന്നത്. 4ാമത്തെ പടിയെന്ന് പറയുന്നത് സായുജ്യം. മനുഷ്യാത്മാവ് ദൈവാത്മാവിൽ ലയിച്ചു ചേരുക. നമ്മുടെ സ്വാർത്ഥതയെല്ലാം പോയി പൂർണ്ണമായും 99%, 100% നമ്മുടെ സ്വാർത്ഥതയും ഞാനെന്നുള്ള ഭാവവും എല്ലാം പോയി ദൈവത്തിലായിത്തീരുന്ന അനുഭവമാണ് സായുജ്യം. അപ്പോഴാണ് രക്ഷയുടെ പൂർണ്ണത എന്നാണ് ഹൈന്ദവ മതം പഠിപ്പിക്കുന്നത്. ഹൈന്ദവ സിദ്ധാന്തത്തിൽ 4 പടികളാണ്. 1 സാലോക്യം, 2 സാമീപ്യം, 3 സാരൂപ്യം, 4 സായുജ്യം. സാലോക്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഒന്ന് കാണുക, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുക. സാമീപ്യം എന്ന് പറഞ്ഞാൽ കേട്ടറിഞ്ഞ ദൈവത്തെ അനുഭവത്തിലൂടെ അറിയുന്നതാണ് സാമീപ്യം. അടുത്ത് ചെന്ന് ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. അനുഭവത്തിലൂടെ ദൈവത്തെ അറിയുന്നത് സാമീപ്യം. സാരൂപ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവിതത്തിൽ കാണുന്ന ഗുണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നതാണ് സാരൂപ്യം. സായുജ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യാത്മാവ് പൂർണ്ണമായും ദൈവത്തിൽ ലയിച്ചു ചേരുന്ന അനുഭവം. നമ്മുടെ സ്വാർത്ഥതയെ ഞാനെന്നുള്ള ഭാവം എല്ലാം കളഞ്ഞ് പൂർണ്ണമായിട്ട് നമ്മൾ യോഹന്നാൻ മുദ്ദാനയുടെ വാക്കിൽ പറഞ്ഞാൽ അവൻ വളരണം, ഞാനോ കുറയണം എന്ന് യോഹന്നാൻ മുദ്ദാന സാക്ഷ്യപ്പെടുത്തിയതുപോലെ നമ്മിലുള്ള ഞാനെന്നുള്ള ഭാവം ഇല്ലാതായി പൂർണ്ണമായും ദൈവത്തിന്റെ ഹിതത്തിന്. അതല്ലേ നമ്മൾ കർത്ത പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുന്നത് എന്തുവാ? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമ്മുടെ ഇഷ്ടം നടക്കണമെന്നല്ല. കർത്താവ് ഗെത്സമന തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതാ എന്താ? പിതാവ് എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ചു കൊടുത്തതുപോലെ. അപ്പോൾ ദൈവം നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം പോയി. ഒരു ഗുരുവിന് കുറെ ശിഷ്യന്മാരുണ്ടായിരുന്നു. ശിഷ്യന്മാരൊരിക്കൽ ഗുരുവിനോട് ചോദിച്ചു, ഗുരു സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം? ഗുരു പറഞ്ഞു, ഞാൻ പോയാൽ സ്വർഗത്തിൽ ചെല്ലും എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർക്ക് സംശയം, അപ്പോൾ ഞങ്ങളാരും സ്വർഗത്ത് പോകത്തില്ലേ? ഗുരു പറയുന്നു, ഞാൻ പോയാൽ സ്വർഗത്തിൽ ചെല്ലുമെന്ന്.
അതെന്താ അതിൻ്റെ അർത്ഥം? അപ്പം ഗുരു മാത്രമേ സ്വർഗത്ത് പോകത്തുള്ളൂ, നമ്മളാരും സ്വർഗത്ത് പോകത്തില്ല. അവർക്ക് സംശയം തോന്നി, ചോദിക്കാനൊരു ശങ്കയും. ഒടുക്കം ഗുരു അവരുടെ അവ്യക്തത മനസ്സിലാക്കി കൊടുത്ത് ഞാനെന്നുള്ള ഭാവം പോയാൽ നമുക്ക് സ്വർഗത്ത് എത്തിച്ചേരാം. ഒരു മനുഷ്യന് ഞാനെന്നുള്ള ഭാവവുമായിട്ട് പോയാൽ ഒരിക്കലും സ്വർഗത്തെത്തത്തില്ല. ഈ ഞാനെന്നുള്ള ഭാവം കളഞ്ഞ് സ്വാർത്ഥതയെല്ലാം പോയി ഞാനെന്നുള്ള പേര് വാസ്തവത്തിൽ ആർക്ക് അവകാശപ്പെട്ടതാ? ദൈവം മോശയോട് പറയുന്നു, നിന്റെ പേരെന്തെന്ന്, എന്നെ അയച്ചവന്റെ പേരെന്താണെന്ന് വല്ലവരും എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണമെന്ന് പറഞ്ഞപ്പോൾ മോശ ചോദിച്ചപ്പോൾ യഹോവ പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. അപ്പൊ ഞാനെന്ന് നമുക്കാർക്കും പറയാൻ വാസ്തവത്തിൽ അവകാശമില്ല. അതുകൊണ്ടാ പഴയ കാലത്ത് പിതാക്കന്മാരൊക്കെ എന്താ പറഞ്ഞത്? അടിയൻ. ശമൂവേലെ ദൈവം വിളിച്ചു. ശമൂവേൽ എന്താ പറഞ്ഞു? ഞാനിതാന്ന് പറഞ്ഞില്ല, അടിയനിതാ. യെശയ്യാപ്രവാചകനെ ദൈവം വിളിച്ചു. യെശയ്യാപ്രവാചകൻ എന്താ പറഞ്ഞു? അടിയനിതാ. അപ്പൊ ഞാനെന്നുള്ള പേര് നമുക്ക് അവകാശപ്പെട്ടതല്ല. പിന്നെ പക്ഷെ നമ്മളങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നമ്മളെല്ലാം പറയുമ്പോൾ പറയുന്നത് ഞാനെന്ന് പറയുന്നതേ ഉള്ളൂ. ഞാനെന്നുള്ള ഭാവവും ഞാനെന്നുള്ള പേര് നമുക്കാർക്കും അവകാശപ്പെട്ടതല്ല. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ 7 കാര്യങ്ങൾ തന്നെ കുറിച്ച് പറഞ്ഞു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. 7 കാര്യങ്ങൾ യേശുക്രിസ്തു തന്നെ കുറിച്ച് പറഞ്ഞു. അവിടെ എല്ലാം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കാർക്കും ഞാനെന്ന് പറയാനുള്ള അവകാശമില്ല. പോകട്ടെ. അപ്പോൾ രക്ഷയുടെ ഹൈന്ദവരുടെ പടികൾ ഇത് 4 നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ പടികളാണ് പഠിക്കേണ്ടത്. നമുക്ക് 4 പടികളാണ് ഉള്ളത്. 1 നീതീകരണം, 2 ശുദ്ധീകരണം, 3 മഹത്വീകരണം, 4 തേജസ്കരണം. 1 നീതീകരണം, 2 ശുദ്ധീകരണം, 3 മഹത്വീകരണം, 4 തേജസ്കരണം. 4 പടികളാണ് നമ്മുടെ ക്രൈസ്തവ സിദ്ധാന്തത്തിൽ രക്ഷയ്ക്കുള്ളത്. ഈ ഓരോരോ പടികൾ കയറിയാൽ രക്ഷയുടെ പൂർണ്ണതയിൽ എത്തുന്നത്, അല്ലാതെ ഒറ്റയടിക്കങ്ങ് രക്ഷിക്കപ്പെടുകയല്ല ചെയ്യുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. 1ാമത്തെ പടി നീതീകരണമാണ്. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവം തന്നെക്കുറിച്ച് പറയുന്നു, ദൈവം ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം 3ാമത്തെയും 4ാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ. അപ്പോൾ അവിടെ 2 ഗുണങ്ങളാണ് ദൈവത്തിന് തന്നെക്കുറിച്ച് തന്നെ പറയുന്നത്. 1, ദൈവം കരുണയുള്ളവനാണ്, ദൈവം ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ. ദൈവം കരുണയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്. 2ാമത് തുടർന്ന് പറയുന്നു എന്താ? കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം 3ാമത്തെയും 4ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. അപ്പോൾ ദൈവം നീതിയുള്ളവനുമാണ്. കുറ്റം ചെയ്താൽ അവനെ ശിക്ഷിക്കുന്നതാണ് നീതി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം കരുണയുള്ളവനുമാണ്, അതേസമയം നീതിയുള്ളവനുമാണ്. 2 കൂടെ യോജിക്കത്തില്ല. കരുണ കാണിച്ചാൽ നീതി കാണിക്കാൻ ഒക്കത്തില്ല, നീതി കാണിച്ചാൽ കരുണ കാണിക്കാൻ ഒക്കത്തില്ല. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുന്നു, നമ്മളവരെ അടിച്ചാൽ അത് നീതി നടത്തി, പക്ഷെ അവരോട് കരുണ കാണിക്കാൻ ഒക്കത്തില്ല. അവർ കിടന്ന് നിലവിളിക്കും, കരയുന്നു, അവർക്ക് നോവും അടിച്ചാൽ. അപ്പോൾ നമുക്ക് അവരോട് കരുണ കാണിക്കാൻ ഒക്കുന്നില്ല, നീതി നടത്താം. പക്ഷെ കരുണ കാണിച്ചാലോ തെറ്റിന് ശിക്ഷ കൊടുക്കാൻ ഒക്കുന്നില്ല, ആ തെറ്റ് വീണ്ടും അവർ ആവർത്തിക്കും. അപ്പോൾ ഈ കരുണയും നീതിയും പരസ്പരം ബന്ധപ്പെട്ടല്ലാത്ത 2 കാര്യങ്ങളാണ്. പക്ഷേ ദൈവം എന്തോ ചെയ്തു? 2 കൂടെ ചെയ്തു. നീതിയും കാണിച്ചു, കരുണയും കാണിച്ചു. കാരണം എന്താ? തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവൻ തന്റെ ചുമലിലെടുത്തു. അവന്റെ ചുമലിലെടുത്തുകൊണ്ട് ദൈവം എന്തോ ചെയ്തു? നീതി നടത്തി. അതോടൊപ്പം തന്നെ മനുഷ്യനോട് കരുണയും കാണിച്ചു. കാരണം യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് ഈ കുരിശുമരണം സഹിച്ചില്ലായിരുന്നുവെങ്കിൽ മനുഷ്യവർഗത്തിന് ഒരിക്കലും പാപത്തിൽ നിന്ന് മോചനം കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ദൈവം നീതിയും നടത്തേണ്ടി വന്നു, കരുണയും നടത്തേണ്ടി വന്നു. എങ്ങനെയാ നീതി നടത്തിയത്? നമ്മുടെ എല്ലാം പാപം ദൈവപുത്രൻ സ്വയം ഏറ്റെടുത്തു. യേശുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ മുദ്ദാന എന്താ പറയുന്നത്? ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യേശുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ മുദ്ദാന സാക്ഷ്യപ്പെടുത്തുമ്പോൾ ലോകത്തിന്റെ മുഴുവൻ പാപം യേശുക്രിസ്തു എന്തോ ചെയ്തു? തന്റെ ചുമലിൽ എടുക്കുകയാ ചെയ്തത്. അതുകൊണ്ടാണ് കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തേ? കാരണം എന്താ? ഈ ലോകത്തിന്റെ പാപം മുഴുവൻ യേശുക്രിസ്തു തന്റെ ചുമലിലെടുത്തപ്പോൾ ആദാമിന്റെ പാപം, പിന്നെ ഇങ്ങോട്ട് വന്നാല് കായീന്റെ പാപം, നോഹയുടെ കാലത്ത് നശിച്ചുപോയ സകല ജനത്തിന്റെയും പാപം, സോദോം ഗൊമോറയുടെ പാപം, ഇങ്ങോട്ട് ഓരോരോ മനുഷ്യന്റെയും കാലത്ത് ഓരോ മനുഷ്യനും ചെയ്തിട്ടുള്ള സകല പാപങ്ങളും വരാനിരിക്കുന്ന മനുഷ്യന്റെ പാപങ്ങളും എല്ലാം യേശുക്രിസ്തു തന്റെ ചുമലിൽ എടുത്തപ്പോൾ
ഒരു വലിയ ഭാരം പോലെ കർത്താവിന് തോന്നിയിട്ടാണ് കർത്താവ് പെട്ടെന്ന് വിളിക്കുന്നത്, എന്താ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് ഒരു നിമിഷം ചോദിക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയത്. അപ്പോൾ യേശുക്രിസ്തു നീതിയും നടത്തി, ദൈവം നീതിയും നടത്തി, കരുണയും നടത്തി, തന്റെ പുത്രനെ അയച്ചുകൊണ്ട്. അത് നമ്മൾ നേരത്തെ ആദാമിന്റെ കുറിച്ച് പാടിയ പാട്ടുണ്ടല്ലോ, നീ കുറ്റം ചെയ്തു, ഞാൻ അടികൊണ്ടു, നീ ഏദൻ കനി ഭക്ഷിച്ചു, അതിനുപോലെ ഞാൻ കയ്പ് കുടിച്ചു, നീ നഗ്നനായിരുന്നപ്പോൾ അത്തിയില നിന്റെ നഗ്നത മറച്ചു, അതിന് പകരം നഗ്നതയോടെ എന്നെ തൂക്കി, അത് ഞാൻ എൻ്റെ രക്തം ചീന്തിയത് കൊണ്ട് പിതാവാൻ ദൈവത്തിന്റെ കോപം നീങ്ങിപ്പോയി. അങ്ങനെ ദൈവം നീതി നടത്തി. ഞാൻ മറ്റൊരു ആശയം കൂടെ, ഒരു കഥയും കൂടി ഇതിനോട് ബന്ധപ്പെട്ട് പറയാം. ഹിമാലയ സാനുക്കളിൽ ഒരു കൊച്ചു രാജ്യം, പഴയ കാലത്ത് കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളായിരുന്നില്ല, കൊല്ലം രാജാവ്, കൊച്ചി രാജാവ്, കായംകുളം രാജാവ്, ഓരോ സ്ഥലത്ത് ഓരോരോ കൊച്ചു കൊച്ചു രാജ്യങ്ങളായിരുന്നു. അങ്ങനെ ഒരു ഹിമാലയ സാനുക്കൾ, ഒരു കൊച്ചു ദേശത്ത് ഒരു രാജാവ്, ആ രാജാവ് ഒരു ഓർഡർ ഇറക്കി, ആരെങ്കിലും മോഷണം നടത്തിയാൽ അവരെ ചാട്ടാവാഹ കൊണ്ട് 100 അടി കൊടുക്കും. പഴയ കാലത്ത് രാജാക്കന്മാർ പ്രജാക്ഷേമരായിരുന്നതോടൊപ്പം തന്നെ ശരിയായ രീതിയിൽ നീതി നടത്തിയിരുന്നു രാജാക്കന്മാരാ. അപ്പോൾ ആരെങ്കിലും മോഷണം നടത്തിയാൽ അവർക്ക് അതിന് ശിക്ഷ എന്ന് പറയുന്നത് ചാട്ടാവാഹ കൊണ്ട് 100 അടി കൊടുക്കും. അതുകൊണ്ട് ആളുകളൊക്കെ മോഷണം നടത്തുന്നതിന് പേടിയായിരുന്നു. ഇന്ന് സൗദി പോലുള്ള രാജ്യങ്ങളിലൊക്കെ മോഷണം നടത്താൻ മനുഷ്യർക്ക് പേടിയാ. ചിലപ്പം തലവെട്ടക്കോ കൈവെട്ടക്കോ കാലുവെട്ടക്കോ ഒക്കെ ആയിരിക്കും. അല്ലെ, കുറെ കാലത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ പരിഷ്കാരം ഒരു പ്രൊഫസർ ഏർപ്പെടുത്തി. എന്തുവാ, കോളേജിൽ കുറെ പത്രം കൊണ്ടുവെക്കും, ഒരു പാത്രം അവിടെ വെച്ചേക്കും. ആരെങ്കിലും ഒരു പത്രം എടുത്താൽ അതിന്റെ വില പാത്രത്തിലിടണം. എന്തോ ആയിരിക്കും നമ്മുടെ നാട്ടിൽ സംഭവിച്ചതെന്ന് അറിയാമല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പത്രവും ഇല്ല, പാത്രവും ഇല്ല. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കത്തുള്ളൂ. എന്നാൽ സൗദിയിലാണ് ആ ഒരു പരിഷ്കാരം ഏർപ്പെടുന്നതെങ്കിൽ ആരും ധൈര്യപ്പെടത്തില്ല. പത്രം എടുക്കുന്നെങ്കിൽ അതിന്റെ വില പാത്രത്തിൽ ഇട്ടിരിക്കും. പേടിയുണ്ട്. ആരെങ്കിലും ഒളിച്ചും പാത്രം നോക്കിയാൽ ഒരു പത്രത്തിന്റെ വിലയ്ക്ക് വേണ്ടി ജീവൻ പോകണ്ട എന്ന് വിചാരിക്കത്തുള്ളൂ. പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അങ്ങനെ രാജാവ് ഇങ്ങനെ നിയമം ഏർപ്പെടുത്തി. ഒരു ദിവസം രാജമാതാവ് സാധനം വാങ്ങാനായിട്ട്, പർച്ചേസ് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ പോയി. അപ്പോൾ എല്ലായിടത്തും ആരും വിൽപ്പനക്കാരൊന്നുമില്ല. സാധനം എടുത്തു വെച്ചിട്ടുണ്ട്, അതിന്റെ വിലയും എഴുതി വെച്ചിട്ടുണ്ട്. അവരവര് തന്നെ എടുക്കുന്ന സാധനങ്ങളും അതിന്റെ വിലയും കണക്കാക്കി. ഇത് ഇന്നും ഔട്ടും ഉണ്ടല്ലോ, അകത്തോട്ട് കയറാൻ വാതിലുണ്ട്, പുറത്തോട്ട് പോകാനുള്ള വാതിലിന്റെ അവിടെ ആളുണ്ട്. അവിടെ ആള് സാധനങ്ങൾ എല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് അതിന്റെ വിലയെ നോക്കിയിട്ട് വില വാങ്ങിക്കും. ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ രാജാമാതാവ് ഒരു ദിവസം കയറാൻ പോയി. രാജാമാതാവിന് എന്ത് പ്രായമായതുകൊണ്ടോ എന്തോ ഓർമ്മക്കുറവുകൊണ്ട് ഒരു സാധനം എടുത്തതിന്റെ വിലയിട്ടില്ല. അവസാനം പുറത്തോട്ടുള്ള വാതിലിന്റെ അടുക്ക് വന്നപ്പോൾ കാവൽക്കാരൻ ഇത് കണ്ടുപിടിച്ചപ്പോൾ വിലയിട്ടിട്ടില്ല. അപ്പോൾ അത് മോഷണമായിട്ട് ചിത്രീകരിക്കപ്പെട്ടു. രാജമാതാവിനെ ഇനി അടിക്കണം. ആരാ രാജമാതാവിനെ അടിക്കാൻ ധൈര്യപ്പെടുന്നത്? അവരതിനോട് തീരുമാനിച്ചു, വേണ്ട, രാജാവിന്റെ അമ്മയല്ലേ, നമുക്ക് വെറുതെ വിട്ടേക്കാം എന്ന് പറഞ്ഞ് അവർ വെറുതെ വിട്ടു. ഇവരൻ രാജാവ് അറിഞ്ഞു. രാജാവ് തീരുമാനമെടുത്തു, രാജമാതാവായാലും ശിക്ഷ തന്നെ. വേറൊരാൾ 100 അടി കൊള്ളുന്ന പോലെയുള്ള രാജമാതാവ് കൊള്ളുന്നത്. അതുകൊണ്ട് രാജമാതാവിനെ ശിക്ഷിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ രാജമാതാവിനെ തിരികെ വരുത്തി ആരാച്ചാരുടെ ചാട്ടവാഹം കൊടുത്ത് അമ്മയെ അടിക്കുവാൻ തക്കവണ്ണം നിർത്തി. എന്നാൽ രാജാവ് ഓടി വന്ന് തന്റെ കുപ്പായ പൂരി വെച്ചിട്ട് തന്നെ അടിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ആരാച്ചാര് ആദ്യം വിസമ്മതിച്ചെങ്കിലും അവസാനം രാജാവിന്റെ കൽപ്പന കർശനമായതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി 100 അടി രാജാവ് കൊണ്ടു. അങ്ങനെ രാജമാതാവിനോട് അമ്മയോടെ രാജാവ് കരുണയും കാണിച്ചു, നീതിയും നടത്തി. എന്നതുപോലെയാണ് ദൈവവും നമ്മോട് നീതിയും നടത്തിയത്. തന്റെ ഏകജാതനായ പുത്രനെ അയച്ച് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ദൈവം നമ്മുടെ പാപങ്ങൾക്ക് തക്കോടെ നമ്മളെ ശിക്ഷിച്ചു. അതോടൊപ്പം ദൈവം നമ്മോട് കരുണയും കാണിച്ചു. അങ്ങനെ കർത്താവിന്റെ കുരിശുമരണത്തിലൂടെയാണ് നമുക്ക് നീതീകരണം കിട്ടുന്നത്. 2 കൂട്ടുകാര് ഒരുപോലെ പഠിച്ചവര്. ഒരുവൻ ബിസിനസ്സിൽ ഏർപ്പെട്ടു, മറ്റവൻ പഠിച്ച് ജഡ്ജിയായി. ബിസിനസ്സുകാരൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പാപ്പരായി കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? കേസ് ജഡ്ജിയുടെ അടുത്ത് വന്നു. ജഡ്ജി അപ്പോൾ കൂട്ടുകാരൻ വിചാരിച്ചു അവൻ എൻ്റെ കൂടെ പഠിച്ചായതുകൊണ്ട് എന്നെ ശിക്ഷിക്കത്തില്ല എന്ന് വിചാരിച്ചു. എന്നാൽ കോടതിയിൽ വിധി പറഞ്ഞപ്പോൾ എന്തോ ചെയ്തു? നീതി നടത്തി. ഈ കൂട്ടുകാരൻ ബിസിനസ് നടത്തിയ ആള് എതിരാളികൾക്ക് കൊടുക്കാനുള്ള കാശെല്ലാം കൊടുക്കണമെന്ന് ജഡ്ജി വിധി കൽപ്പിച്ചു. കൂട്ടുകാരനാകപ്പാടെ പരിഭ്രമിച്ചുപോയി. എന്നാൽ ജഡ്ജി എന്താ ചെയ്തതെന്ന് അറിയാമോ? തന്റെ സ്വത്തിൽ ഒരു നല്ല ഭാഗം ഈ കൂട്ടുകാരന് കൊടുത്ത് സഹായിച്ചുകൊണ്ട് കടം വീട്ടാൻ സഹായിച്ചു.
രാജാവ് രണ്ടും നടത്തി, നീതിയും നടത്തി, കരുണയും നടത്തി. അതുപോലെയാണ് ദൈവം നമ്മോട് നടത്തിയത്. തൻ്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് നീതീകരണം നടത്തി കേട്ടു. ക്രിസ്തുവേശുവിൽ കൃപ നൽകി നമ്മെ നീതീകരിക്കുന്നു. അങ്ങനെ നീതീകരണം ദൈവം നടത്തി. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായിട്ട് കണക്കിട്ടു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, സ്വന്തമായ നീതിക്ക് അർഹതയില്ലാതെ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് നീതീകരണം എന്ന് പറയുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കർത്താവ് തൻ്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് നീതീകരണം തരുവാനായിട്ട് ഇടയായി. രണ്ടാമത്തെ കാര്യം പടി ശുദ്ധീകരണം. ശുദ്ധീകരണം എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം ഭാഗത്തിൽ പറയുന്നുണ്ട്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പോൾ ദൈവത്തെ കാണണമെങ്കിൽ നമുക്ക് എന്താ വേണം? ശുദ്ധീകരണം വേണം. എന്തായി ശുദ്ധീകരണം? കൂദാശ എന്ന് പറഞ്ഞ സുറിയാനി വാക്ക് നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ട്. നമുക്ക് 7 കൂദാശ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. ഈ കൂദാശ എന്ന് പറയുന്ന സുറിയാനി വാക്കിന്റെ മലയാളത്തിലുള്ള അർത്ഥമാണ് ശുദ്ധീകരിക്കുന്നത്, ശുദ്ധീകരണം. ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂദാശ സ്വീകരിക്കണം. അതൊക്കെ നമ്മൾ സ്വീകരിച്ചവരാ അല്ലേ? മാമോസ ഏറ്റു, മോഹൻ അഭിഷേകം ഏറ്റു, അന്ന് കുർബാന കൊണ്ടു, ഇപ്പൊ എന്നും കുർബാന കൊള്ളുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ കുമ്പസാരിക്കുന്നുണ്ട്. ചിലരൊക്കെ വിവാഹിതരായി. പിന്നെ ഇനി തൈലാഭിഷേകം ചാകുമ്പോഴത്തേക്കൊക്കെ മതിയല്ല, അത് വേണ്ട. ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് അപ്പോൾ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചവരാ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പോൾ നമ്മളെല്ലാം ശുദ്ധീകരണം പ്രാപിച്ചു. ഈ ശുദ്ധീകരണം പ്രാപിച്ച സന്ദർഭത്തിൽ 1 കൊരിന്ത്യർ 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 11-ാം വാക്യം, അതിന്റെ മുകളിൽ പറയുന്നുണ്ട്, പിടിച്ചു പറിക്കാം വ്യഭിചാരികൾ, കുറെ നീണ്ട പട്ടിക പറഞ്ഞുകൊണ്ട് ഇവരാരും സ്വർഗരാജ്യം അവകാശിക്കുകയില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നു. എന്നിട്ട് പറയുന്നു, എങ്കിലും നിങ്ങളെ തന്നെ കഴുകി നീതീകരണവും ശുദ്ധീകരണവും പ്രാപിച്ചിരിക്കുന്നു. നിങ്ങളെ തന്നെ കഴുകി നീതീകരണവും ശുദ്ധീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ മാമോദീസായിട്ട്, കഴുകൽ എന്ന് പറഞ്ഞാൽ എന്താ? കുളി, മാമോദീസ. നിങ്ങളെ തന്നെ കഴുകി നീതീകരണവും ശുദ്ധീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം മാമോദീസ ഏറ്റപ്പോൾ നമുക്ക് എന്തോ കിട്ടി? രക്ഷയുടെ 2 പടികൾ നമ്മൾ കയറി. ഏതൊക്കെയാ? നീതീകരണവും ശുദ്ധീകരണവും. ഈ 2 പടികൾ മാമോദീസ ഏറ്റ എല്ലാവർക്കും കിട്ടിയതാണ്. നമ്മൾ രക്ഷയുടെ 2 പടികൾ നമ്മൾ കയറിയവരാണ്, നീതീകരണവും ശുദ്ധീകരണവും. മാമോദീസ ഇന്ന് നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഈ പ്രാപിക്കുന്നത് മരണം വരെ നമ്മൾ തുടരും അല്ലേ? മരണത്തിന് ആസന്ന മരണരായിരിക്കുന്നവർക്ക് പെട്ടെന്ന് എവിടെങ്കിലും പോയി കുർബാന കൊണ്ടുകൊടുക്കുന്ന പതിവുണ്ടല്ലോ. അല്ലെങ്കിൽ കുർബാനയുള്ള ദിവസമാണെങ്കിൽ ചിലപ്പോൾ പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി കൊണ്ടുകൊടുക്കും. ഈ കുർബാന ഭക്ഷിച്ചുകൊണ്ട് മരണത്തിന് മുമ്പ് മരിക്കാനാണ് ഏറെ വിശ്വാസികളും ആഗ്രഹിക്കുന്നതും അങ്ങനെ ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ ഈ ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലൂടെ നമ്മൾ ദൈനംദിനം പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ അന്ന് മാമോദീസയേറ്റപ്പോൾ, കഴുകലേറ്റപ്പോൾ നമുക്ക് രക്ഷയുടെ 2 പടികൾ നമ്മൾ പിന്നിട്ടു, നീതീകരണവും ശുദ്ധീകരണവും. ഇനി 3-ാമത്തെ പടിയാണ് എന്തുവാ? മഹത്വീകരണം. മഹത്വീകരണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. എന്താ ഈ ഫലം കായ്ക്കുക എന്ന് പറയുന്നത്? അതിന് മുകളിൽ ഒരു ഉപമ പറയുന്നുണ്ട് യേശു ക്രിസ്തു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. 5-ാം വാക്യത്തിൽ പറഞ്ഞ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. കൊമ്പിന് മുന്തിരി വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ സാധിക്കാത്ത പോലെ നിങ്ങൾക്ക് എന്നിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ സാധിക്കുകയില്ല. താഴോട്ട് പറയുന്നു, ഇങ്ങനെ നിങ്ങൾ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പോൾ എന്തോ ഫലമാണ് നമ്മൾ കായ്ക്കേണ്ടത്? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, അല്ലെ, സമാധാനം, സൗമ്യത, ഇന്ദ്രിയജയം, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, 9 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ ആത്മീയ ഫലങ്ങളൊക്കെ നമ്മൾ കായ്ക്കണം. എങ്ങനെ കായ്ക്കണം? യേശുക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിൽ വസിച്ചുകൊണ്ട് നമ്മൾ ഫലം കായ്ക്കുമ്പോൾ എന്തോ ചെയ്യുന്നു? പിതാവാൻ ദൈവം മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അപ്പോൾ ഓരോ ക്രിസ്ത്യാനിയും, നമ്മളെ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന ക്രിസ്തുവതി അയാനി എന്ന് പറഞ്ഞാൽ ശിഷ്യസംഘത്തിൽപ്പെട്ടവൻ. യേശു ക്രിസ്തുവിന്റെ ശിഷ്യസംഘത്തിൽപ്പെട്ടവൻ എന്ന നിലയിലാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുന്നത്. അതിനേക്കാൾ ഉപരി ക്രിസ്ത്യൻ ചെയ്യപ്പെട്ടവനും ക്രിസ്ത്യാനിയാണ്. ക്രിസ്തം എന്ന് പറഞ്ഞാൽ അഭിഷേകം. നമ്മൾ മാമോദീസ ഏറ്റപ്പോൾ
മൂഹോൻ തൈലത്താൽ നമ്മൾ അഭിഷേകം പ്രാപിച്ചപ്പോൾ നമ്മൾ ആരായി? ക്രിസ്ത്യാനിയായി, ക്രിസ്ത്യൻ ചെയ്യപ്പെട്ടവനായി. അപ്പോൾ ക്രിസ്ത്യൻ ചെയ്യാത്തവന് ക്രിസ്ത്യാനിയാണോ? അല്ല. അഭിഷേകം പ്രാപിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ല. അപ്പോൾ അങ്ങനെ ക്രിസ്ത്യാനിയായ നാം എന്തോ ചെയ്യണം? യേശുക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിൽ വസിച്ചുകൊണ്ട് ഫലം കായ്ക്കണം. ഈ ആത്മാവിന്റെ ഫലങ്ങളൊക്കെ നമ്മൾ കായ്ക്കണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അപ്പോൾ മൂന്നാമത്തെ പ്രക്രിയയിലൂടെയാണ് നമ്മൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുക, മഹത്വീകരണം. അത് നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചപ്പോഴേ തുടങ്ങി. ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരുപാട് മുഖാന്തരങ്ങളുണ്ട്. എന്തുവാ? നമ്മൾ വേദപുസ്തകം വായിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പള്ളിയിൽ പോകുന്നത്, പള്ളിക്ക് സംഭാവനകൾ കൊടുക്കുന്നു, പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കുന്നു, ഉപവസിക്കുന്നു, നോമ്പ് നോക്കുന്നു. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങളും എന്തിനായിരിക്കണം? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ആയിരിക്കണം. ആയുഷ്കാലം മുഴുവൻ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം. അപ്പോൾ ആ മൂന്നാമത്തെ പ്രക്രിയയിലൂടെ ഇന്ന് നമ്മൾ ഓരോരുത്തരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മുടെ ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന കർത്തവ്യം അതാണ്. നമ്മുടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതായാലും സമാജത്തിന് പോകുന്നതായാലും ഓരോ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ദൈവം നമ്മളെ പല ചുമതല, പല താലന്ത് എന്നാണല്ലോ ഈ ഭൂമിയിൽ ഓരോരുത്തരെ ആക്കിയേക്കുന്നത്. ഈ താലന്തുകളെയൊക്കെ വേണ്ടതുപോലെ വിനിയോഗിക്കണം. ഒരാൾക്ക് തന്നെ നമുക്ക് യേശുക്രിസ്തു സർവ്വമേ പറയുന്നുണ്ട്, ഒരുത്തന് 10 താലന്ത്, ഒരുത്തന് 5, ഒരുത്തന് 2, ഒരുത്തന് 1. ഇങ്ങനെ ഓരോരുത്തരും അവന്റെ പ്രാപ്തി പോലെ താലന്ത് കൊടുത്തെന്ന് പറയുന്നത് പോലെ ഇഹലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്ന നമുക്കെല്ലാം ദൈവം തമ്പുരാൻ ഓരോരോ താലന്ത് നൽകി. എല്ലാ താലന്തും നമ്മൾ വ്യാപാരം ചെയ്യണം. ഒരു താലന്ത് വ്യാപാരം ചെയ്താൽ പോരാ. ഒരു സമയത്ത് തന്നെ വീട്ടമ്മയായിരിക്കും, അവർ ഒരാളുടെ ഭാര്യയാണ്. ഉള്ള ഭാര്യ എന്ന നിലയിൽ അവർക്കൊരു ധർമ്മമുണ്ട്. കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന നിലയിൽ അമ്മ എന്നുള്ള ധർമ്മമുണ്ട്. സ്കൂളിലെ അധ്യാപികയാണെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ ഒരു ധർമ്മമുണ്ട്. അവരൊരു പക്ഷേ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നെങ്കിൽ സൺഡേ സ്കൂൾ അധ്യാപിക എന്ന നിലയിൽ ഒരു ധർമ്മമുണ്ട്. ഒരേ സമയത്ത് തന്നെ പല ധർമ്മങ്ങളുണ്ട്. നമ്മൾ ഈ എല്ലാ താലന്തും വ്യാപാരം ചെയ്യണം. 10 കൊടുത്തവൻ 10 വന്നത്, വേറെ 10 വന്നത്. 5 കൊടുത്തവൻ 5 വന്നു, 2 കൊടുത്തവൻ 2 വന്നു. ഈ താലന്തുകളൊക്കെ നമ്മൾ വ്യാപാരം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. അപ്പോൾ രക്ഷയുടെ മൂന്നാമത്തെ പടിയിലൂടെ ഇന്ന് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അത് മഹത്വീകരണം. ഈ നാലാമത്തത് തേജസ്കരണം. തേജസ്കരണം ഇതെപ്പോഴാണ് പ്രാപിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ. കല്ലുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ നിത്യജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡനവിധിക്ക് വേണ്ടിയും പുനരുത്ഥാനം ചെയ്യുവാനുള്ള സമയം വരുന്നു എന്ന് നമ്മൾ കർത്താവ് തന്നെ പറഞ്ഞതുപോലെ കർത്താവ് പ്രധാന ദൂതന്റെ അഹമ്പടിയോടും കാഹളധ്വനിയോടും കൂടെ 2ാമത് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവൃത്തികളുടെ കണക്കുമായിട്ട് എവിടെ ചെല്ലും? ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കും. കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കപ്പെടും. നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവം നമ്മെ ന്യായം വിധിക്കുന്നതായ സമയമാണ് ആ ന്യായവിധിയുടെ നാൾ. അന്ന് ദൈവം നമ്മുടെ നിത്യമായ വാസസ്ഥലം എവിടാണെന്ന് നിശ്ചയിക്കും. അപ്പോഴാണ് നമ്മൾ രക്ഷയുടെ പൂർണ്ണതയിലെത്തുന്നത്. രക്ഷയുടെ പൂർണ്ണതയിലെത്തുമ്പോൾ തേജസ്കരണം പ്രാപിക്കുന്നത് കർത്താവിന്റെ 2ാമത്തെ വരവിൽ മാത്രമാണ്. അപ്പോൾ നമ്മളിപ്പം രക്ഷയുടെ എത്ര പടികൾ കയറി? 2 പടികൾ കയറി 3ാമത്തിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ മഹത്വീകരണം എല്ലാവരും ചെയ്യുന്നുണ്ടോ? വിശുദ്ധിയുടെ അനുഭവത്തിൽ വളരുന്നതെന്നോ മഹത്വീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2 നേരം പ്രാർത്ഥിക്കുന്നവൻ 3 നേരം പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ചെയ്യുന്നു? ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുന്നു. 2 നേരം പ്രാർത്ഥിക്കുന്നവൻ 1 നേരം പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലോട്ട് വരുമ്പോൾ എന്തോ ചെയ്യുന്നു? മഹത്വീകരണത്തിൽ പുറകോട്ടാ പോകുന്നത്. ആത്മീയമായ വിശുദ്ധിയിലും ദൈവത്തോടുള്ള ബന്ധത്തിലും നമ്മൾ പുറകോട്ട് പോക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നാളുകളും ഈ ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ മാത്രമേ കർത്താവിന്റെ 2ാമത്തെ വരവിൽ രക്ഷയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. അപ്പോൾ രക്ഷയുടെ 4 പടികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. എന്തൊക്കെയാ? 1 നീതീകരണം, 2 ശുദ്ധീകരണം, 3 മഹത്വീകരണം, 4 തേജസ്കരണം. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച രാജാവിനോട് സദൃശം. അല്ലേ? അവൻ ഓരോരുത്തരെ വിളിച്ചു. എൻ്റെ പുത്രന്റെ കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, നിങ്ങൾ വരുവീൻ എന്ന് പറഞ്ഞ് വിളിച്ചു. അല്ലേ? വിളിച്ചിട്ട് എന്തോ ചെയ്തു? ചിലർ പറഞ്ഞു, ഒരുത്തൻ പറഞ്ഞു ഞാനൊരു നിലം വാങ്ങാനായിട്ട് പോവുകയാണ്, വിലയൊക്കെ പറഞ്ഞ് എഗ്രിമെന്റ് ഒക്കെ വെച്ചിരിക്കുകയാണ്, ഇന്നാണ് എന്തോ ഇത് എഴുതുന്നത്, പ്രമാണം എഴുതുന്നത്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല. വേറെ ഒരുത്തൻ പറഞ്ഞു ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, എനിക്ക് വരാൻ പറ്റുന്നില്ല. വേറെ ഒരുത്തൻ പറഞ്ഞു
ഞാൻ കാളയെ വാങ്ങാനായിട്ട് പോവുകയാണ്, കാളയെ പറഞ്ഞ് വിലയൊക്കെ വെച്ചിരിക്കുകയാണ്, ഇന്ന് ആ കാളയെ വാങ്ങേണ്ട ചന്തയിൽ പോകേണ്ട ദിവസം, അതുകൊണ്ട് അങ്ങനെ ഓരോരുത്തർ ഓരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറി. രാജാവ് എന്തോ ചെയ്തു, തൻ്റെ ദാസന്മാരെ വിട്ട് മുടന്തക അംഗഹീന കുരുടഞ്ഞ തുടങ്ങി സമൂഹത്തിൽ നിലയും വിലയും ഇല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഓർഡർ കൊടുത്തു. അങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് വന്നു. വിരുന്നുശാല മുഴുവൻ വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. രാജാവിന് സന്തോഷമായി. വിളിക്കപ്പെട്ടവർ വിളിക്ക് യോഗ്യമായ നിലയിൽ കടന്നു വന്നില്ല എങ്കിലും അയോഗ്യരായ ആളുകളെ കിട്ടിയല്ലോ. അപ്പോൾ എന്തോ ചെയ്തു, എല്ലാവർക്കും അവിടെ കല്യാണ വസ്ത്രം കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് രാജാവ് കാണാനായിട്ട് വന്നു, ഓരോരുത്തരെയും കാണാനായിട്ട് വന്നു. അപ്പോൾ എന്തുവാ, ഒരുത്തൻ്റെ അടുത്ത് വന്നപ്പോൾ അവന് കല്യാണ വസ്ത്രമില്ല. അവനോട്, സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ എങ്ങനെ വന്നു? അന്നേരം അവൻ ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും കല്യാണ വസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ ഒരുത്തം മാത്രമേ ഉള്ളൂ കല്യാണ വസ്ത്രം ധരിക്കാത്തത്. ഒരു ഉത്തരം മുട്ടിപ്പോയി. കാശ് കൊടുത്ത് വാങ്ങേണ്ടതാണെങ്കിൽ എനിക്ക് കാശില്ലാഞ്ഞോണ്ട് വാങ്ങിച്ചില്ലെന്ന് പറയാം. ഇത് സൗജന്യമായിട്ട് കൊടുക്കുന്ന കല്യാണ വസ്ത്രമായിരുന്നു. എല്ലാവരും വാങ്ങി, അവൻ ഒരുത്തനേ ഉള്ളൂ വാങ്ങാത്തത്. അവൻ ഉത്തരം മുട്ടിപ്പോയി. രാജാവ് എന്ത് പറഞ്ഞു, ഇവനെ കയ്യും കാലും കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് കളയുവനെന്ന് പറഞ്ഞു. ഈ കല്യാണ വസ്ത്രം കൂദാശയാണ്. കുദാശയാവുന്ന കല്യാണ വസ്ത്രം കൂടാതെ രാജപുത്രന്റെ വിരുന്നാകുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയില്ല. പോകട്ടെ, നമ്മളിപ്പോൾ 4 കാര്യങ്ങൾ രക്ഷയുടെ പടികൾ പറഞ്ഞു. നീതീകരണം, ശുദ്ധീകരണം, മഹത്വീകരണം, തേജസ്കരണം. 2 നമ്മൾ മാമോദിസായിലൂടെ പ്രാപിച്ചു. 3-ാമത്തെ മഹത്വീകരണത്തിന്റെ അനുഭവത്തിലൂടെ ഇന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് അവരവരുടെ യുക്തി പോലെയും അവരവരുടെ മനസ്സ് പോലെയും മഹത്വീകരണത്തിൽ വേണമെങ്കിൽ വളരാൻ സാധിക്കും, മഹത്വീകരണത്തിൽ തളരാനും സാധിക്കും. അത് അവരവരാ തീരുമാനിക്കുന്നത്. ദൈവത്തെ ഞാൻ കൂടുതൽ മഹത്വപ്പെടുത്തിക്കൊണ്ടാണോ ജീവിക്കുന്നത്? നമുക്കാർക്കും മരണത്തിന്റെ നാഴിക നിശ്ചയമില്ലല്ലോ. ഇന്നത്തെ ലോകത്തിന്റെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നിടത്തോളം അപ്പന്മാർ ജീവിച്ചിരിക്കുക മക്കൾ പോകുന്നു, അപ്പന്മാരും മക്കളും ജീവിച്ചിരിക്കുക കൊച്ചുമക്കൾ പോകുന്നു. ഇങ്ങനെയുള്ള ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം തരുന്നതായ ഓരോ ദിവസവും നാളെ നമുക്കൊരു അവസരം തരുമോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് മഹത്വീകരണ പ്രക്രിയയിൽ അല്പം പോലും അലസത കാണിക്കാതെ, അലസത ദേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശംവദനായി സ്വാത്മത്തെ സ്വയമേ നിഹരിക്കും. നമ്മുടെ ആത്മാവിനെ നമ്മൾ തന്നെ നിഹരിച്ചു കളയും. അല്പം അലസത വന്നാൽ മതി. അതുകൊണ്ട് അലസതയില്ലാതെ ദൈവത്തിന്റെ ഓരോ നാളുകളും എനിക്ക് ഇനി സമയം കിട്ടുമോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന്റെ കയ്യിലാണ് എൻ്റെ സമയം ഇരിക്കുന്നത്, എൻ്റെ ആയുസ് ഇരിക്കുന്നതെന്നുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ രക്ഷയുടെ ഇപ്പോൾ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ട മറുപടി എന്താ? രക്ഷയുടെ അനുഭവത്തിൽ ഞാൻ വന്നു, രക്ഷയുടെ അനുഭവത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ പൂർണ്ണതയായിട്ടില്ല, അത് കർത്താവിൻ്റെ 2ാമത്തെ വരവിലാണ് എന്നാണ് നമ്മൾ. രക്ഷിക്കപ്പെട്ടോ എന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കണം. ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു, ആ അനുഭവത്തിൽ ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നു, എന്നാൽ അതിൻ്റെ പൂർണ്ണതയെ ഞാൻ എത്തിയിട്ടില്ല, അതിൻ്റെ പൂർണ്ണത കർത്താവിൻ്റെ 2ാമത്തെ വരവിലാണ്. ഇനി രക്ഷിക്കപ്പെടണമെങ്കിൽ ചില അത്യാവശ്യ കാര്യങ്ങളോട് നമുക്ക് വേണം. രക്ഷയുടെ പടികൾ കയറുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നാൽ രക്ഷിക്കപ്പെടാനായിട്ട് ചില അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കൂടി ഉണ്ട്. അതിലൊന്നാമത്തതാണ് വിശ്വാസം. വിശ്വാസം എന്താ? കാരാഗ്രഹ പ്രമാണിയുടെ പൗലോസ് ശീലാസം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 31-ാം വാക്യം. പൗലോസിനോട് ശീലാസം കാരാഗ്രഹ പ്രമാണിയോട് പറയുന്നതാണ്, കർത്താവായ യേശു രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവൻ ചോദിച്ചു. അപ്പോഴാ യേശുക്രിസ്തു പൗലോസ് ശീലാസം പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. അപ്പോൾ രക്ഷിക്കപ്പെടാൻ വേണ്ട ഒരു കാര്യമാണ് എന്തുവാ? വിശ്വാസം. രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു, അല്ലേ? കർത്താവ് തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് അറിഞ്ഞ് ചുറ്റും നിൽക്കുന്നവരോട് ചോദിച്ചു, ആരാ എൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടതേ? അപ്പോൾ ഈ സ്ത്രീ എന്തോ ഇത് പേടിച്ച് വിറച്ചുകൊണ്ട് കർത്താവിന്റെ അടുക്കൽ വന്ന് താൻ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടതും താൻ 12 വർഷമായിട്ടുണ്ടായിരുന്ന രക്തസ്രാവം സൗഖ്യമായതുമായ കാര്യങ്ങളെല്ലാം കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു? മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാനും. അപ്പോൾ വിശ്വാസം രക്ഷയ്ക്ക് ആവശ്യമാണെന്ന് കർത്താവ് വളരെയേറെ വ്യക്തമായിട്ട് കർത്താവ് പഠിപ്പിക്കുന്നു. പരിശുദ്ധനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നു, അല്ലേ? അങ്ങനെ പല സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസം രക്ഷയ്ക്ക് അത്യാവശ്യമാണ്. പക്ഷെ വിശ്വാസം മാത്രം മതിയോ? അവിടെ പൊട്ടസെന്റുകാരും നമ്മളുമായിട്ടുള്ള തെറ്റലുണ്ടാവുന്നത്. പല നവീന സഭകളും പറയുന്നു വിശ്വാസം കൊണ്ട് മാത്രം രക്ഷ കിട്ടുമെന്ന്, വിശ്വസിച്ചാൽ മാത്രം മതിയെന്നാണ്. എന്നാൽ വിശ്വാസം മാത്രം പോരാ, ചില കാര്യങ്ങളുടെ ആവശ്യമുണ്ടെന്നാണ് ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്നത്. 2ാമത് രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പ്രവൃത്തിയാണ്. പ്രവൃത്തി.
യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ കാണാം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. വളരെ വ്യക്തമായിട്ട് പൗലോസ് പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടാണ് പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. അത് അദ്ദേഹം പറയുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. ഒന്ന്, അബ്രഹാം തന്റെ പുത്രനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ ബലിയർപ്പിച്ചിട്ട് വിശ്വാസത്താലല്ലയോ രക്ഷ പ്രാപിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്, അല്ലേ? അബ്രഹാമിന് വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവത്തിൽ ആഴമേറിയ വിശ്വാസം ഉണ്ടായിരുന്നു. അത് ദൈവം നീതിയായിട്ട് കണക്കിട്ടു നമ്മൾ നേരത്തെ കണ്ടു. പക്ഷേ അബ്രഹാമിനെ ദൈവം ഒന്ന് പരീക്ഷിക്കുന്നു. നിന്റെ ഏകജാതനായ മകനെ ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി യാഗം കഴിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ അബ്രഹാം അല്പം പോലും സംശയിക്കാതെ ദൈവം തന്റെ പുത്രനെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയുടെ മുകളിൽ പോകുന്നു, അല്ലേ? അബ്രഹാമിന് അവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അബ്രഹാം എന്തോ ചെയ്തു? തന്റെ പ്രവൃത്തിയിലൂടെ വിശ്വാസം വെളിപ്പെടുത്തി. അതുപോലെ തന്നെ യാക്കോബ് സ്ലീഹ പറയുന്ന മറ്റൊരു ഉദാഹരണമാണ് രാഹാബ് ഒറ്റുകാരെ കൈക്കൊണ്ട് വേറെ വഴിയായിട്ട് അവരെ വിട്ടതിനാൽ വിശ്വാസത്താലല്ലയോ രക്ഷിക്കപ്പെട്ടതെന്ന് പറയുന്നു. രാഹാബ് ഒരു വേശ്യ സ്ത്രീയാണ്. പട്ടണത്തിന്റെ വാതിക്കലാണ് അവർ താമസിക്കുന്നത്. യോശുവ 2 ചാരന്മാരെ അവളുടെ അടുക്കലേക്ക് വിട്ടു. അവർ എന്തോ ചെയ്തു? രാഹാബിന്റെ അടുക്കൽ ചെന്നു, രാഹാബുമായിട്ട് സംസാരിച്ചു. അപ്പോൾ രാഹാബിന് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ജനമാണ്, നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് ആർക്ക് സാധിക്കുകയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ ആളുകളുടെ എല്ലാം ഹൃദയം ആകപ്പാടെ ഉരുകിയിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് രക്ഷിക്കാനുള്ള വഴി കാണിച്ചു തരാം, പക്ഷേ നിങ്ങൾ എന്നെയും കൂടെ കരുതണം. എന്താ? ഈ പട്ടണം പിടിക്കുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് രാജാവ് അയച്ചിരുന്ന ആളുകളിലൂടെ വന്നു, അവളുടെ അടുക്കൽ വന്നു. കാരണം വേശ്യമാരുടെ അടുക്കൽ വന്ന വിവരങ്ങളൊക്കെ ശേഖരിക്കാമെന്ന് രാജാവിനും അറിയാം. നിന്റെ അടുക്കൽ 2 പേര് വന്നിരുന്നല്ലോ, അവരെന്തിയെ? അവളെന്തോ ചെയ്തു? അതിനിടയ്ക്ക് അവരെ കൊണ്ടുപോയി തട്ടിന്റെ മുകളിൽ കൊണ്ടുപോയി ചണത്തിന്റെ ഇടയിൽ ഒളിപ്പിച്ചു. അവരവിടെ ഇരിപ്പുണ്ട്. താഴെ വന്നിട്ട് അവൾ എന്തോ മറുപടി പറയുന്നു, അവരെന്റെ അടുക്ക് വന്നെന്നുള്ളത് സത്യമാണ്, പക്ഷെ അവരിവിടുന്ന് പോയി. ഇപ്പം നിങ്ങൾക്ക് ചെല്ലാമെങ്കിൽ, പട്ടണവാതിൽ അടിക്കുന്നതിന് മുമ്പ് ചെല്ലാമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കടവിന്റെ അവിടെ ഇട്ടുവരെ പിടിക്കാം എന്ന് പറഞ്ഞു അവരെ യാത്രയാക്കി. അല്ലേ? നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവളെ ജീവനെ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് അവൾ വിശ്വാസം പ്രവൃത്തിയിലൂടെ കാണിച്ചത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ അവളെ താഴെ കൊണ്ടുവന്നു, അവരോട് സംസാരിച്ചു. ഞാൻ എൻ്റെ ജീവനെ പോലും പണയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ രക്ഷിച്ചതുപോലെ നിങ്ങൾ എന്നോടും കരുണ കാണിക്കണം. നിങ്ങളെ പട്ടണം പിടിപെടുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണം. അവർ സമ്മതിച്ചു. ഒരു വ്യവസ്ഥ പറഞ്ഞു, എന്തുവാ? നിന്റെ വീടിന്റെ കിളിവാതിക്കൽ ഒരു ചുവപ്പ് നൂല് കെട്ടണം. ആ ചുവപ്പ് നൂല് കണ്ടുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് നീ ആരെയെല്ലാം രക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അവരെല്ലാം ഈ വീട്ടിൽ വരുത്തി സൂക്ഷിക്കണം എന്നുള്ള വ്യവസ്ഥ കൊടുത്തു. അതിന് പ്രകാരം പട്ടണം പിടിപെട്ടപ്പോൾ എന്തോ ചെയ്തു? യെറിഹോവിലെ സകലമായ ആളുകളെയും കൊന്നിട്ടും ഈ രാഹാബിനെയും അവളെ രക്ഷിക്കാൻ ആഗ്രഹിച്ച അവളുടെ കുടുംബാംഗങ്ങളെയും ഇവർ ജീവനോടെ രക്ഷിച്ചു. അപ്പോൾ അവൾ പ്രവൃത്തിയിലൂടെ തൻ്റെ വിശ്വാസം പ്രവൃത്തിയിലൂടെ കാണിച്ചു. തൻ്റെ ജീവനെ പണയപ്പെടുത്തിക്കൊണ്ടും തൻ്റെ വിശ്വാസം പ്രവൃത്തിയിലൂടെ കാണിക്കുവാനുള്ള ത്യാഗമനസ്ഥിതി അവൾക്കുണ്ടായതുകൊണ്ട് വിശ്വാസം കൊണ്ട് മാത്രമല്ല അവൾ രക്ഷപ്പെട്ടത്, അവളുടെ പ്രവൃത്തിയിലൂടെ അവൾ വിശ്വാസം കാണിച്ചു. അതുകൊണ്ട് അവൾക്ക് രക്ഷ കിട്ടി. അപ്പോൾ പ്രവൃത്തി മാത്രം പോരാ, വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തി വേണം. ഇനി വിശ്വാസവും പ്രവൃത്തിയും മാത്രം പോരാ, മൂന്നാമത് രക്ഷിക്കപ്പെടുവാൻ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 3-5 വാക്യങ്ങളിൽ എടുത്തെടുത്ത കർത്താവ് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. ഒരു പ്രാവശ്യം പറയുന്നു, 3-ാം വാക്യത്തിൽ അങ്ങനെ പറയുന്നു, 5-ാം വാക്യത്തിൽ വീണ്ടും കർത്താവ് എടുത്ത് പറയുന്നു, അല്ലല്ല, നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മാനസാന്തരത്തിന്റെ ഒരു അനുഭവം ഉണ്ടാകണം, അനുതാപം ഉണ്ടാകണം. അനുതാപം ആവശ്യമാണ് ജീവിതത്തിൽ. അനുതാപം ഇല്ലാത്തവർക്ക് രക്ഷിക്കപ്പെടാനൊക്കത്തില്ല. കർത്താവ് പറഞ്ഞ പരീശനും ചുങ്കക്കാരനും പള്ളി പ്രാർത്ഥിക്കാൻ പോയി. പരീശൻ എന്ത് പറഞ്ഞു? കർത്താവേ, ഞാൻ കിട്ടുന്നതെല്ലാം ദശാംശം കൊടുക്കുന്നു, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ ഞാൻ പാപിയൊന്നും അല്ലാത്തത് കൊണ്ട് നിന്നെ സ്തുതിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തന്നെ നീതീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഒരു മാനസാന്തരമില്ല. അതേസമയം ചുങ്കക്കാരൻ അവൻ അല്പം അന്യായമായിട്ട് കരമൊക്കെ പിരിക്കുന്നവനാണെങ്കിലും ദൈവസന്നിധിയിൽ വന്നപ്പോൾ അവൻ അനുതാപം ഉണ്ടായി. എന്താ പറഞ്ഞു? ദൈവം മഹാപാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് മാഹത്തടിച്ച് നിലവിളിച്ചു. അതുകൊണ്ട് അവന് എന്തോ ചെയ്തു? അവൻ നീതീകരിക്കപ്പെട്ടവനായി എന്ന് കർത്താവ് പറയുന്നു. അതുപോലെ തന്നെ വലതുഭാഗത്തെ കള്ളൻ, അല്ലെ, ജീവിതകാലം മുഴുവൻ കൊള്ളയും കവർച്ചയും കൊലപാതകവുമായിട്ടൊക്കെ കഴിച്ചു കൂട്ടിയവനാണെങ്കിലും കുരിശിൽ കിടന്നപ്പോൾ അവൻ എന്തോ ചെയ്തു? അനുതാപം ഉണ്ടായി, ദൈവഭയം ഉണ്ടായി, യേശുവിന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചു,
യേശുവിൻ്റെ രാജ്യത്വത്തിൽ വിശ്വസിച്ചു, യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, ഒരാത്മാവിനെ കൂടെ അവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് കർത്താവ് എന്തോ പറഞ്ഞു? യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്നു, സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പഹുദീസായിലിരിക്കും. അവൻ രക്ഷയുടെ അനുഭവം കിട്ടി, അവൻ മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെടാൻ ഞാൻ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. നിനവേക്കാർ മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. നോഹയുടെ കാലത്ത് നോഹ 100 വർഷം പ്രസംഗിച്ചിട്ട് ഒരുത്തരും മാനസാന്തരപ്പെട്ടില്ല. ജലപ്രളയം വന്നവരെ എല്ലാം നശിപ്പിച്ചു. സോദോം ഗൊമോരയിലേക്ക് ദൈവദൂതന്മാർ കടന്നു ചെന്നു. മാനസാന്തരത്തിന് അവസരം കിട്ടുന്നതിന് മുമ്പേ അവരെ ഉപദ്രവിക്കാനായിട്ട് ദേശവാസികൾ ഒരുമ്പെട്ടു. ആകാശത്ത് തീയും ഗന്ധകവും വർഷിപ്പിച്ച് അവരെ മുഴുവൻ നശിപ്പിച്ചു പോകാൻ ഇടയായി. അപ്പോൾ മാനസാന്തരപ്പെടുന്നവർക്ക് രക്ഷയുണ്ട്. ദാവീദ് പാപം ചെയ്തു. എന്തോ ചെയ്തു ദാവീദ്? രാത്രി മുഴുവൻ ഞാൻ എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു. ആകാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, രാത്രി മുഴുവൻ പാപം ചെയ്ത ദാവീദ് പാപത്തെക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ രാത്രി മുഴുവൻ കിടക്കയിൽ കിടന്നുകൊണ്ട് കണ്ണുനീരുകൊണ്ട് കട്ടിലിനെ നനച്ചു. അവൻ്റെ അനുതാപം കണ്ട് ദൈവം അവന് പാപങ്ങൾ മോചിച്ചു കൊടുത്തു, അവന് രക്ഷയുണ്ടായി. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. യുവതയ്ക്ക് മാനസാന്തരമില്ലാതെ പോയി. അതുകൊണ്ട് അവനെക്കുറിച്ച് കർത്താവ് പറയുന്നത് എന്താ? അവന് പല അവസരങ്ങളിൽ കർത്താവ് കൊടുത്തു, അവൻ്റെ പാദം കഴുകി, അവന് മാനസാന്തരം ഉണ്ടായില്ല. നിങ്ങളൊരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു, അവന് മാനസാന്തരമില്ല. പിന്നെന്തോ ചെയ്തു? അപ്പക്കണ്ടം മുക്കി അവന് കൊടുത്തു, എന്നിട്ടും അവന് മാനസാന്തരമില്ല. അവനതും കൊണ്ട് പോയി. തിന്നായിരിക്കാം, കളഞ്ഞിരിക്കാം, എന്തോ നമുക്ക് അറിഞ്ഞുകൂടാ. തിന്നാല് അയോഗ്യമായിട്ട് ഭക്ഷിച്ചതിൻ്റെ ശിക്ഷാവധി, കളഞ്ഞെങ്കിൽ അങ്ങനെ. ഏതായാലും അവൻ നാശയോഗ്യനായി തീർന്നു, മാനസാന്തരപ്പെട്ടില്ല. മാനസാന്തരപ്പെടാൻ കർത്താവ് കൊടുത്ത എല്ലാ അവസരങ്ങളും അവൻ ദുർവിനിയോഗം ചെയ്തു. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാവണം. ഇത് നോമ്പുകാലമാണ്, നമുക്ക് മാനസാന്തരപ്പെടണം. സത്യകുമ്പസാരം നടത്തി വേണം നമ്മൾ കുർബാന കൊള്ളാൻ. എന്നും തലയ്ക്ക് പിടിച്ച സൂത്രത്തിൽ ദൈവത്തെ പറ്റിച്ച് കുർബാന കൊള്ളുകയല്ല ചെയ്യേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ കുമ്പസാരിക്കണം. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുന്ന കർത്താവ് പറയുന്നതുകൊണ്ട് രക്ഷയുടെ പടി, 3ാമത്തെ പടി എന്ന് പറയുന്നത് മാനസാന്തരം. ഇപ്പോൾ ഈ 3 പടികൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ 4ാമതൊരു കാര്യം കൂടെ ഉണ്ട്. അത് ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാ. എന്താണെന്നറിയാമോ? തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. അപ്പോൾ എന്താ നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യം? ദൈവം തമ്പുരാന്റെ കരുണ. കാരണം നമ്മൾ എന്തെല്ലാം ചെയ്താലും മനുഷ്യൻ പാപിയാണ്. മനുഷ്യപ്രകൃതി എപ്പോഴും പാപത്തിലേക്ക് ചായുന്നതാണ്. പാപം ചെയ്യുവാൻ എപ്പോഴും നമ്മളെ പ്രേരിപ്പിച്ചു. നമ്മൾ എത്ര മാനസാന്തരം നടത്തിയാലും എത്ര സത്യകുമ്പസാരം നടത്തിയാലും പിന്നെയും സാത്താൻ പ്രലോഭിപ്പിച്ച് നമ്മളെ പാപത്തിലോട്ട് വീഴ്ത്തും. അതുകൊണ്ട് വീണ്ടും നമ്മൾ കുമ്പസാരിക്കുന്നു, വീണ്ടും പാപങ്ങൾ ചെയ്യുവാനിടയാകുന്നു, വീണ്ടും കുമ്പസാരിക്കുന്നു. അങ്ങനെ ഈ പ്രക്രിയ ജീവിതകാലം മുഴുവൻ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. മാനസാന്തരത്തിൻ്റെ അനുഭവം. എൻ പാപത്തിലും ഞാൻ ചാകാൻ ഇടയാകരുത്, അയ്യോ നാഥാ എന്ന് നമ്മൾ പാട്ട് പാടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ വിശ്വാസവും പ്രവൃത്തിയും മാനസാന്തരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എന്തോ ചെയ്യും? ദൈവം തമ്പുരാന്റെ കരുണ നമുക്ക് കിട്ടും. ദൈവം തമ്പുരാന്റെ കരുണയില്ലെങ്കിൽ നമ്മളാരും ഒന്നുമല്ല. പഠിക്കുന്ന വിദ്യാർത്ഥി എത്ര സമർത്ഥനായാലും എത്ര ഉത്സാഹത്തോട് പഠിച്ച് എഴുതിയാലും പരീക്ഷ എഴുതാനിരിക്കുന്ന ആ 2-3 മണിക്കൂർ അവൻ്റെ ജീവിതത്തിലെ നിർണായകമായ സമയമാണ്. ദൈവം തമ്പുരാന്റെ കരുണയില്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ അവൻ അന്നേരം ഓർത്തില്ല എങ്കിൽ അവൻ്റെ പഠിത്തം നിഷ്ഫലമായി തീരും. എന്നതുപോലെ ദൈവം തമ്പുരാന്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളാരും നമ്മുടെ സ്വയം നീതിയാൽ രക്ഷിക്കപ്പെടുകയില്ല. ദൈവം തമ്പുരാന്റെ കരുണ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന് വിശ്വാസം മാത്രം പോരാ. 2 പ്രവൃത്തി, വിശ്വാസവും പ്രവൃത്തിയും മാത്രം പോരാ. 3 മാനസാന്തരം. ചെയ്ത തെറ്റിനെ ഓർത്ത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുദപിക്കുന്നവരായിട്ട് നാം ആയിത്തീരണം. അങ്ങനെ ഒരു മാനസാന്തരത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത് 3ഉം ഉണ്ടായി കഴിയുമ്പോൾ എന്തോ ഉണ്ടാവും? ദൈവം തമ്പുരാന്റെ കരുണ നമുക്ക് ലഭിക്കും. ആ ദൈവം തമ്പുരാന്റെ കരുണ കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം തമ്പുരാന്റെ കരുണ വലതുഭാഗത്തെ കള്ളന് ലഭിച്ചതുകൊണ്ട് അവൻ രക്ഷിക്കപ്പെട്ടു. ദൈവം തമ്പുരാന്റെ കരുണ മഗ്ദലക്കാരത്തി മറിയയ്ക്കും ശമരിയക്കാരി സ്ത്രീക്കും ദാവീദിനും 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനും ഒക്കെ ലഭിച്ചതുകൊണ്ട്, നിനിവേക്കാർക്കും ഒക്കെ ലഭിച്ചതുകൊണ്ട് എന്തോ ചെയ്തു? അവരൊക്കെ രക്ഷിക്കപ്പെടുവാനായിട്ടിടയായി.
അപ്പോൾ നമ്മൾ രക്ഷയെക്കുറിച്ച് ചിന്തിച്ചതായ കാര്യങ്ങൾ, രക്ഷയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ: ഒന്ന് നിത്യജീവൻ, 2 വീണ്ടെടുപ്പ്, 3 മോചനം, 4 നിരപ്പിക്കൽ, 5 വിടുതൽ, 6 സ്വാതന്ത്ര്യം നൽകൽ. ഈ 6 വാക്കുകൾ ക്രൈസ്തവ സിദ്ധാന്തത്തിൽ രക്ഷയ്ക്ക് നമ്മൾ ഇനിയും വാക്കുകൾ കണ്ടേക്കാം. 6 വാക്കുകൊണ്ട് നമ്മൾ പുഷ്ടപ്പെടുകയല്ല ഞാൻ ചെയ്യുന്നത്, ഇനിയും കണ്ടേക്കാം രക്ഷയ്ക്കുള്ള വാക്കുകൾ. പോകട്ടെ, ഈ 6 വാക്കുകൾ നമ്മൾ രക്ഷയ്ക്ക് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഹൈന്ദവ സഹോദരന്മാർ മോക്ഷം, നിർവ്വാണം, സായുജ്യം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ രക്ഷയുടെ പടികൾ ഹൈന്ദവ സിദ്ധാന്തത്തിൽ സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. സാലോക്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഒന്ന് കാണുക, ദൈവത്തെക്കുറിച്ച് ഒന്ന് അറിയുക. സാമീപ്യം എന്ന് പറഞ്ഞാൽ അറിഞ്ഞ ദൈവത്തിന്റെ അടുത്ത് എന്ന് അനുഭവങ്ങളിലൂടെ ദൈവത്തെ അറിയുക. ജീവിതത്തിൽ ഓരോരോ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവം എപ്രകാരം, നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുന്നു, മരുന്നെടുത്തു കൊടുക്കാൻ അദ്ദേഹമാണ് നിൽക്കുന്നത്. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഒരു രോഗി വന്ന് മരുന്ന് എടുത്തു കൊടുത്തു. അദ്ദേഹം ആ മരുന്ന് എടുത്തു കൊടുത്ത ശേഷം പോയപ്പോഴാണ് ഓർക്കുന്നത്, താനിക്ക് മരുന്ന് മാറിപ്പോയി, മാരകമായ വിഷമുള്ള മരുന്നാണ് താൻ കൊടുത്തു വിട്ടത്. ഇത് കൊണ്ടുപോയാൽ ആ രോഗി മരിച്ചിരിക്കും. രോഗി മരിച്ചു കഴിഞ്ഞാൽ താൻ കൊലക്കുറ്റത്തിന് ജയിലിലാകേണ്ടി വരും. അയ്യോ, ഇതുവരെ ദൈവത്തെ വിളിക്കാത്ത നിരീശ്വരവാദിയായ മനുഷ്യനോട്, അയ്യോ ദൈവമേ, ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെങ്കിൽ എന്നെ ഈ ആപത്തിൽ നിന്ന് കരകയറ്റണമേ എന്ന് വളരെ മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ മരുന്നും കൊണ്ടുപോയ പെൺകുട്ടി അവിടെ അമ്മയ്ക്ക് രോഗത്തിന് അവിടെ പോയി തിരിച്ചു വന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി അവളുടെ അമ്മ മരിച്ചുപോയി, ഇനി അവളുടെ പുറകെ മറ്റുള്ള ആളുകളൂടെ വരും എന്നുള്ള പേടിയായിക്കൊണ്ട് അയാൾ കുഞ്ഞു വന്നിട്ട് പറയുകയാണ്, അയ്യോ എന്നെ സഹായിക്കണമേ, ഞാൻ മരുന്നും കൊണ്ട് ഓടിപ്പോയപ്പോൾ എൻ്റെ കാല് കല്ലിൽ തട്ടി, ഞാൻ വീണു, ഒരു കല്ലിൽ തട്ടി കുപ്പി ഉടഞ്ഞു പോയി, അങ്ങനെ മരുന്ന് പോയി, ദയവായിട്ട് ഇപ്പം എൻ്റെ പൈസ ഒന്നുമില്ല, ഞാൻ പിന്നെ എത്തിക്കാം, എനിക്ക് മരുന്ന് തന്ന് വിടണമേ, എൻ്റെ അമ്മയെ ഒന്ന് രക്ഷിക്കാൻ കരുണ കാണിക്കണമേ, എൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ടൊന്ന് കരുണ കാണിക്കണമേ, എനിക്ക് മരുന്ന് തരണമേ, ഞാൻ പിന്നെ പൈസ ഇനി എത്തിക്കൊള്ളാമെന്ന് ഈ പെൺകുട്ടി പറയുമ്പോൾ ആ മനുഷ്യന് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. ദൈവം ഉണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. ഞാൻ ആപത്ഘട്ടത്തിൽ എന്നെ വിളിച്ചപ്പോൾ എന്നെ രക്ഷിക്കുവാൻ ഞാൻ ഇതുവരെയും ദൈവത്തിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിലും ആ ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ പെൺകുട്ടി കല്ലിൽ തട്ടി വീഴുവാനും കുപ്പി ഉടയുവാനും ആ മരുന്ന് നഷ്ടപ്പെടുവാനുമായിട്ട് ഇടയായെന്ന് മനസ്സിലാക്കി അയാൾ സൗജന്യമായിട്ട് ആ കൊച്ചിനെ മരുന്ന് കൊടുക്കുകയാണ് ചെയ്തത്. ദൈവത്തെ അങ്ങനെ അയാൾ അനുഭവത്തിലൂടെ അറിഞ്ഞു. ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പല സന്ദർഭങ്ങൾ ദൈവത്തെ അറിയുവാൻ തക്കോണം ദൈവം നമുക്ക് തരുന്ന അനുഭവങ്ങളെയൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് രക്ഷയ്ക്ക് വിശ്വാസവും പ്രവൃത്തിയും മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാനും ഈ 3 അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിച്ച് രക്ഷ വായിപ്പാനും തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.